ഓഡിയോ വീഡിയോ എല്ലാം ക്ലിയർ ആണോ? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഓഡിയോയും വീഡിയോയും ക്ലിയർ ആണോ? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ആ, ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഗുഡ് ഈവനിങ് ശ്രുതി കൃഷ്ണ. കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ പുതിയതായിട്ട്? ആരുമില്ല. എല്ലാവരും ക്ലാസ്സിലുള്ളവർ തന്നെയായിരുന്നു അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഉള്ളവർ തന്നെയായിരുന്നു അല്ലേ? ഓക്കെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയത് ഇവിടെയല്ലേ? ഇത് കഴിഞ്ഞിട്ട് GDP GNP ഒക്കെ എന്താണെന്നുള്ളത് പറയാം എന്നുള്ളതല്ലേ നിർത്തിയേ? നാഷണൽ ഇൻകം കമ്മിറ്റി ഒക്കെ പറഞ്ഞു പോയതല്ലേ? നാഷണൽ ഇൻകം കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഓക്കെ. എന്നിട്ട് PC മഹല്ല മിസ്. പിന്നെ ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആരാണ്? ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ്. ആ, ഇന്ത്യൻ നാഷണൽ അക്കൗണ്ടിങ്ങോ? നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, ഫാദർ ഓഫ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ഇൻ ഇന്ത്യ. ഫാദർ ഓഫ് ഓക്കെ. VKR മീറ. ഓ, ശരി ശരി. അപ്പൊ ഇനി നമുക്ക് ഈ ദേശീയ വരുമാനം എന്ന് നമ്മൾ കുറെ തവണ പറഞ്ഞു. ഇനിയിപ്പോ ഇത് എന്താണ്, എങ്ങനെയാണ് അളക്കുന്നത് എന്നൊക്കെ ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് പോവാം.
അപ്പൊ ഇതിനെ പ്രധാനമായിട്ടും നാലായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, പിന്നെ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്, പിന്നെ നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റും നെറ്റ് നാഷണൽ പ്രൊഡക്റ്റും. ഇനിയിപ്പോ ഒരു ചോദ്യം ചോദിക്കാം. ഈ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്, ഈ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം. എന്താണ്? NNBFC ആണ്. NNP അറ്റ് ഫാക്ടർ കോസ്റ്റ്. ശരി. ഇനിയിപ്പോ ചോദ്യങ്ങൾ ഇതിനകത്ത് ആദ്യം നമ്മളിത് എന്താണെന്ന് പഠിക്കുക, ഇതിനെ പറ്റിയുള്ള ബേസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുക, പിന്നെ നമുക്ക് ഇതിന്റെ കാൽക്കുലേഷൻസിലേക്ക് പോവുക. ഓക്കെ, കാൽക്കുലേഷൻസിലേക്ക് പോവുക. ഇപ്പൊ ക്വസ്റ്റിനകത്ത് ഇങ്ങനെ വരും. ഇപ്പം GDP MB തന്നിട്ട് നാഷണൽ നാഷണൽ ഇൻകം കണ്ടുപിടിക്കുക, പിന്നെ കുറച്ച് കാര്യങ്ങളും തരും. അതായത് ടാക്സ് എത്ര, സബ്സിഡി എത്ര, NFI എത്ര, ഡിപ്രിസിയേഷൻ എത്ര, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ തരും. അപ്പം നമ്മൾ ഇപ്പൊ തന്നിട്ടുള്ള GDP MB എന്നുള്ളൊരു ഫിഗർ ഇപ്പൊ ഒരു 10,000 രൂപയാണെന്ന് ഇരിക്കട്ടെ. GDP MB 10,000 രൂപയാണ്. ഇതിൽ നിന്ന് നിങ്ങൾ നാഷണൽ ഇൻകം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞൊരു ചോദ്യം വരുമായിരിക്കും. അങ്ങനെ നാഷണൽ ഇൻകം കണ്ടുപിടിക്കുക എന്നുള്ളൊരു ചോദ്യം പറയുമ്പോഴത്തേക്ക് ഓർക്കോ, ഈ നാഷണൽ ഇൻകത്തിലേക്ക് എത്തുന്നത് എന്ന് വെച്ചാൽ ഇത് NNPFC കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ NNPFCയിലേക്ക് എത്തണമെങ്കിലും ഈ GDP MB എന്നതാണെന്നൊക്കെ മനസ്സിലാവണമെങ്കിലും ആദ്യം ഈ GDP എന്താണ്, GNP എന്താണ് എന്നുള്ളത് പ്രധാനമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ GDPയും GNP എന്താണ് പ്രധാനമായിട്ടുള്ളത് മനസ്സിലാക്കണം. അപ്പൊ ബേസിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്താണ്, ഫൈനൽ ഗുഡ്സ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കണം. ഞാനിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് എക്സാമ്പിൾ വെച്ചിട്ടാ ഈ ഇന്റർമീഡിയറ്റ് ഗുഡ് ഫൈനൽ ഗുഡ്സ് എന്ന് പറഞ്ഞേ? മറ്റേ വീറ്റ് അല്ലായിരുന്നോ ചപ്പാത്തി ഉണ്ടാക്കിയിരുന്ന? ആയിരുന്നില്ലേ പറഞ്ഞത്? വീറ്റ് വെച്ചിട്ട് നമ്മൾ ചപ്പാത്തി അത് തന്നെ, അട്ടപ്പൊടി ആയിരുന്നല്ലേ. ശരി. അപ്പൊ ഇനി ഞാൻ അതിനകത്ത് വേറെ കുറച്ചും കൂടെ ഒരു കാര്യം, അതേ എക്സാമ്പിളിനകത്ത് തന്നെ ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ കൂടെ കയറ്റിയിട്ട് ഞാൻ വേറൊരു കാര്യം നിങ്ങളോട് സംശയം ചോദിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അത് പറഞ്ഞായിരുന്നോ എന്നൊരു സംശയം. ശരി. അപ്പൊ നമ്മളിപ്പോ എൻ്റെ കയ്യിലൊരു 50 രൂപയുടെ വീറ്റ് ഫ്ലോർ ഉണ്ട്, പാട്ടപ്പൊടി ഉണ്ട്. ഓക്കെ, ഞാൻ ഈ 50 രൂപയുടെ ആട്ടപ്പൊടി കൊണ്ട് എന്താണ്, ഈ ആട്ടപ്പൊടി ഞാൻ കടയിൽ കൊടുത്തു, കടക്കാരൻ അത് 100 രൂപയുടെ ചപ്പാത്തി ആക്കിയിട്ട് വിറ്റു. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇനിയിപ്പോ ഒന്ന് നോക്കിക്കേ. ഇനിയിപ്പോ നോക്കാം. നമ്മള് ഇപ്പൊ ഈ ഒരു കേസ് അവിടെ നിൽക്കട്ടെ. ഇത് ഇന്നലെ പറഞ്ഞ ആ ഒരു എക്സാമ്പിൾ ആണ്. ശരി. ഇനിയിപ്പോ ഞാൻ വേറൊരു കേസ് പറയാം. ഒരു 100 രൂപയുടെ ചപ്പാത്തി നമ്മൾ വാങ്ങി. 100 രൂപയുടെ ചപ്പാത്തി നമ്മൾ വാങ്ങി. ഒരു 10 എണ്ണം ഉണ്ടെന്ന് വെച്ചോ. 10 രൂപയ്ക്ക് 10 എണ്ണം ഉണ്ട്. ആ 100 രൂപയുടെ ചപ്പാത്തി നമ്മൾ വാങ്ങി. നമ്മളൊരു കടക്കാരനാണ്. അതായത് നമ്മൾ ഒരു സ്ഥലത്തിൽ നിന്ന് ഒരു സാധനം വാങ്ങുന്നു, അത് നമ്മൾ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി വിൽക്കുന്നു. അങ്ങനെ ഒരു ഇന്റർമീഡിയറി ആയിട്ട് നമ്മൾ നിൽക്കുക, ഹോൾസെയിലർ ആണെന്ന് വെച്ചോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു 100 രൂപയുടെ ചപ്പാത്തി നമ്മൾ വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം 90 രൂപയുടെ ചപ്പാത്തി നമ്മൾ എത്ര രൂപയ്ക്ക് വിറ്റു? 100 രൂപയ്ക്ക് വിറ്റു. ഇനി 10 രൂപയുടെ ചപ്പാത്തി നമ്മൾ കഴിച്ചു. അപ്പം ഈ 90 രൂപയുടെ ചപ്പാത്തി നമ്മൾ 100 രൂപയ്ക്ക് വിറ്റു, 10 രൂപയുടെ ചപ്പാത്തി നമ്മൾ കഴിച്ചു. ഇനി ബാക്കി ഒന്നും എടുക്കണ്ട, ഇത് മാത്രം എടുത്താൽ മതി. വേറെ ഒരു സാധനങ്ങൾ ഇതിനകത്ത് വരണ്ട. ഇത് മാത്രം എടുത്താൽ മതി. 100 രൂപയുടെ ചപ്പാത്തി നമ്മൾ മേടിച്ചു. ഈ 90 രൂപയുടെ ചപ്പാത്തി നമ്മൾ 100 രൂപയ്ക്ക് മറിച്ച് വിറ്റു. ഇനി 10 രൂപയുടെ ചപ്പാത്തി നമ്മൾ കഴിച്ചു. നാഷണൽ ഇൻകത്തിനകത്ത് എത്ര രൂപ വരും? 100 ആണോ, 110 ആണോ, 90 ആണോ? ശരി. ഇനി ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഒന്നും കൂടെ ക്വസ്റ്റ്യൻ പറയണം അല്ലേ? ശരി. ഇപ്പോ പാർവതി 100 രൂപയുടെ ഒരു 10 ചപ്പാത്തി മേടിച്ചു. പിന്നെ പാർവതി ആ ചപ്പാത്തി എന്ത് ചെയ്തു? ഒരു പാക്ക് ചെയ്തെന്ന് വെച്ചോ, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആ ഒരു ചപ്പാത്തി
100 രൂപയ്ക്ക് 90 രൂപയുടെ ചപ്പാത്തി, അതെ സോറി, എന്റെ കയ്യിൽ നിന്ന് പോയി. 100 രൂപയുടെ ചപ്പാത്തി പാർവതി മേടിച്ചു. 10 എണ്ണം ഉണ്ടായിരുന്നു. 10 എണ്ണം ഉണ്ടായിരുന്നു. അതില് ഒരു ചപ്പാത്തി പാർവതി കഴിച്ചു. ഒരു ചപ്പാത്തി പാർവതി കഴിച്ചു. പിന്നെ ഉള്ള 90 രൂപയുടെ 9 ചപ്പാത്തി അല്ലേ ഉള്ളൂ. ആ ചപ്പാത്തി പാർവതി 100 രൂപയ്ക്ക് മറിച്ച് വിറ്റു. പാർവതി 10 ചപ്പാത്തി മേടിച്ചു, ഒരെണ്ണം കഴിച്ചു, ബാക്കി 9 ചപ്പാത്തി ഉണ്ടായിരുന്നു. അതെന്ത് ചെയ്തു? വില കൂട്ടി 100 രൂപയ്ക്ക് മറിച്ച് വിറ്റു. പാക്ക് ചെയ്തിട്ടോ അല്ലാതെയോ മറ്റൊരു രീതിയിലോ ഏതെങ്കിലും രീതിയിലാവട്ടെ 100 രൂപയ്ക്ക് മറിച്ച് വിറ്റു. ഒരു ചപ്പാത്തി പാർവതി കഴിച്ചു. ഇനി എന്റെ ചോദ്യം ഇതാണ്: പാർവതി കഴിച്ച ചപ്പാത്തിയുടെ പ്രൈസ് നാഷണൽ ഇൻകത്തിനകത്ത് വരുമോ? പാർവതി കഴിച്ച ചപ്പാത്തിയുടെ പ്രൈസ് നാഷണൽ ഇൻകത്തിനകത്ത് വരുമോ? അപ്പൊ ഈ 100 രൂപ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ കഴിച്ചത് മാറ്റിയിട്ടുള്ള വിലയായിരിക്കും ചിലപ്പോൾ പറഞ്ഞത് അല്ലേ? അപ്പൊ ഈ കഴിച്ച ചപ്പാത്തിയുടെ പ്രൈസ് നാഷണൽ ഇൻകത്തിനകത്ത് വരുമോ? നിഷി, ആതിര, നമ്മൾ ഈ കഴിച്ച ചപ്പാത്തിയുടെ പ്രൈസ്. ദിവ്യ, ഒമർ, 9 അതായത് ഇനി ഞാൻ പറയാം. ഇനി ഞാൻ GDPയുടെ ഡെഫിനിഷൻ പറയാം. GDP എന്ന് പറഞ്ഞാല് ഫൈനൽ കൺസപ്ഷന് വേണ്ടി GDPയുടെ ആ ഒരു സ്ലൈഡ് എടുത്താൽ മതി, അപ്പൊ എഴുതണ്ടല്ലോ. ശരി. ഇനി സം ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്നാണ് GDPയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ശരി. ഇനി ഈ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്താണ്? ഇത് ഒന്നാമത്തേന്ന് പറയുമ്പോഴത്തേക്കും കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഇത് മേടിക്കുന്നേ? ഓക്കെ. അപ്പൊ കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഈ സംഭവം മേടിക്കുന്നേ? നമ്മൾ ആ ചപ്പാത്തി നമ്മൾ കൺസ്യൂം ചെയ്താലും അത് നാഷണൽ ഇൻകത്തിനകത്തോട്ട് പെടും. കാരണം അത് ഫൈനൽ പ്രൈസ് അല്ലേ ആ 10 രൂപ എന്ന് പറയുന്നത്. നമ്മൾ ആ 100 രൂപയ്ക്ക് ചപ്പാത്തി മേടിച്ചു, അതിനകത്തെ 10 രൂപയുടെ ചപ്പാത്തി ആണല്ലോ നമ്മൾ കഴിച്ചത്. അപ്പൊ അതൊരു ഫൈനൽ പ്രൈസ് തന്നെയല്ലേ? നമ്മളൊരു ഫൈനൽ കൺസ്യൂമർ തന്നെയല്ലേ ആയത്? നമ്മൾ പൈസ കൊടുത്തിട്ട് അത് തന്നെ, നമ്മൾ പൈസ കൊടുത്തിട്ട് മേടിച്ച ഒരു സാധനമാണത്. നമ്മൾ ഫൈനലി കൺസ്യൂം ചെയ്യുന്ന ഒരു സാധനമാണത്. അപ്പൊ നമ്മൾ ഈ എന്തുവാണ് ഫൈനൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞ് നമ്മളത് പ്രത്യേകം പഠിക്കും. അപ്പൊ നമ്മളത് കൺസ്യൂം ചെയ്യുകയാണ് എങ്കിൽ നമ്മൾ ആ പൈസ വില കൊടുത്ത് മേടിച്ചൊരു സാധനം നമ്മൾ കൺസ്യൂം ചെയ്യുന്നു. അപ്പൊ ഇതേ രീതിയാണ് നമ്മൾ ഈ പേന. ഞാനിപ്പോ ഈ പേന കടയിൽ പോയിട്ട് 100 രൂപയ്ക്കാണ് മേടിക്കുന്നത്. ആ 100 രൂപ നാഷണൽ ഇൻകത്തിനകത്ത് അതേപടി വരും. ക്ലിയർ അല്ലേ ആ സംഭവം? അവിടെ സംശയമുണ്ടോ? ഞാനിപ്പോ ഈ പേന ഒരു 100 രൂപയ്ക്ക് കടയിൽ ചെന്ന് മേടിച്ചാൽ ആ 100 രൂപ എന്നത് നാഷണൽ ഇൻകത്തിനകത്ത് വരും. കാരണം ഇതൊരു ഫൈനൽ പ്രൊഡക്റ്റ് ആണ്. ഇത് ഞാൻ എന്റെ ഫൈനൽ കൺസപ്ഷന് വേണ്ടിയിട്ടാണ് മേടിച്ചത്. ഞാനിത് ഫൈനൽ കൺസപ്ഷന് വേണ്ടിയിട്ടാണ് ഈ പേന മേടിച്ചത്. ഇതുപോലെ തന്നെയാണ് അപ്പുറത്തെ ചപ്പാത്തി. ആ ചപ്പാത്തിയിൽ ഞാൻ മറിച്ച് വെക്കുകയോ വിൽക്കാതിരിക്കുകയോ ബാക്കിയെല്ലാം ഉള്ള സൈഡിൽ നിൽക്കട്ടെ, ഞാൻ ആ ചപ്പാത്തി കഴിച്ചു. അതിന്റെ ഫൈനൽ കൺസപ്ഷന് വേണ്ടിയാണ് ഞാൻ 10 രൂപ കൊടുത്താണ് ആ ചപ്പാത്തി മേടിച്ചത്. 10 രൂപയ്ക്ക് 10 ചപ്പാത്തിയാണ് മേടിച്ചത്. ശരിയല്ലേ? അപ്പൊ ഞാൻ ഫൈനലി കൺസ്യൂം ചെയ്ത ചപ്പാത്തി അതിന്റെ പ്രൈസ് നാഷണൽ ഇൻകത്തിനകത്ത് വരത്തില്ലേ? ഒരു 10 രൂപയും വരത്തില്ലേ? ആ അപ്പം അപ്പം നിങ്ങൾ ഓർക്കുക ഫൈനൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ ആണ് ഈ നാഷണൽ ഇൻകത്തിനകത്തോട്ട് വന്നിരിക്കും. അത് നമ്മൾ സ്വമേധയാ കഴിച്ചിട്ട് ബാക്കി നമ്മൾ വിറ്റാലും ആ വിറ്റ വിലയും വരും, നമ്മൾ കഴിച്ച വിലയും വരും. അല്ലാതെ കഴിച്ച വില മാഞ്ഞു പോകുന്നില്ല എന്ന് ഓർത്തിരിക്കണം കേട്ടോ. ഇനിയിപ്പം മറ്റേ 100 രൂപ എടുത്തു നോക്കിയേ. ആ 100 രൂപയ്ക്കും ആളുകൾ മേടിക്കുന്നുണ്ട്. അതും ഫൈനൽ പ്രൊഡക്റ്റിന്റെ വാല്യൂ ആ. ആ 100 രൂപയ്ക്കും ആള് മേടിക്കുന്നുണ്ട്. അപ്പൊ ആ 100 രൂപ പ്ലസ് 10 രൂപ 110 രൂപയും നാഷണൽ ഇൻകത്തിലോട്ട് ആഡ് ചെയ്യണമുണ്ട്. കാരണം എന്താണെന്നറിയോ? ആ 110 രൂപയും ഫൈനൽ പ്രൊഡക്ട്സിന്റെ വിലയാണ്. ഇപ്പുറത്തൊരു വാല്യൂ അഡീഷൻ നടന്നു എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. കാരണം ഈ 90 രൂപയില്ലേ, ഈ 90 രൂപയിൽ 100 രൂപയാക്കി ഞാനത് വിൽക്കുന്നുണ്ട് എങ്കിൽ എനിക്ക് വേണമെങ്കിൽ കുറച്ച് എന്തെങ്കിലും ഡെക്കറേഷൻ ചെയ്തിട്ട് ആ ചപ്പാത്തി ഡെക്കറേഷൻ ചെയ്തിട്ട് വിൽക്കാം, അല്ലെങ്കിൽ എനിക്ക് കവർ ചെയ്ത് വിൽക്കാം, അല്ലെങ്കിൽ എനിക്ക് ചുമ്മാ വേണമെങ്കിലും വിൽക്കാം. പക്ഷേ ഈ 100 രൂപയുടെ ചപ്പാത്തി ആരാ മേടിക്കുന്നത്? ഇത് വന്ന് കൺസ്യൂമേഴ്സാണ് മേടിക്കുന്നത്. അപ്പൊ ഇത് കൺസ്യൂമർ മേടിക്കുമ്പോഴത്തേക്കും ഇത് ഫൈനൽ പ്രൊഡക്റ്റിന്റെ വിലയാണ് 100 രൂപ എന്ന് പറയുന്നത്. ഇനി ഞാൻ കഴിച്ച ചപ്പാത്തിയോ, അതും ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ആയിരുന്നു. ആ പ്രൊഡക്റ്റ് ഞാൻ മേടിച്ചത് 10 രൂപയ്ക്കാണ്. ഇതും നാഷണൽ ഇൻകത്തിനകത്ത് വരും. കാരണം ഇവിടെ ആരാ? ഞാനാണ് കൺസ്യൂമർ. മനസ്സിലായില്ലേ? ഇവിടെ ഞാനായിരുന്നു കൺസ്യൂമർ. ഈ 100 രൂപയുടെ ചപ്പാത്തി വേറെ കൺസ്യൂമേഴ്സ് വന്നിട്ട് മേടിക്കും. ഇത് ക്ലിയർ ആണോ? 110 രൂപ എങ്ങനെ വന്നതെന്ന്, ഈ 10 രൂപയുടെ ഫൈനൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ ആണ് എന്നതും ക്ലിയർ ആണോ? ആണെങ്കിൽ ഇനി GDP എന്താണെന്ന് നോക്കാം.
ഇനിയിപ്പോ ഇന്റർമീഡിയറ്റ് ഗുഡ്സിന് മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതാ കേട്ടോ. ശരി, ഇനിയിപ്പോ നമുക്ക് പെട്ടെന്ന് നോക്കാം. ഇന്റർമീഡിയറ്റ് ഗുഡ്സും ഫൈനൽ ഗുഡ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നാണ് നോക്കുന്നത്. ഈ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ഉൽപ്പന്നം നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ്. ഇനിയിപ്പോ ഞാൻ പറഞ്ഞു ഫ്ലോർ, മാവ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു, ബ്രെഡോ അല്ലെങ്കിൽ ചപ്പാത്തിയോ ഉണ്ടാക്കിയെന്നിരിക്കട്ടെ. അപ്പൊ അങ്ങനെ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ എന്ത് ചെയ്യുന്നു, ഫ്ലോർ എന്നത് ഇന്റർമീഡിയറ്റ് ഗുഡ്സും ബ്രെഡ് എന്നത് ഫൈനൽ ഗുഡ്സും ആയിരിക്കും. ഇനി നമ്മളിപ്പോൾ സ്റ്റീൽ ഉപയോഗിച്ച് കാറ് ഉൽപ്പാദിപ്പിച്ചു. ആ സ്റ്റീല് എന്നത് ഒരു ഇന്റർമീഡിയറ്റ് ഗുഡ്സും കാറ് എന്നത് ഒരു ഫൈനൽ ഗുഡ്സും ആയിരിക്കും. അപ്പോൾ പിന്നെ നട്ട്, ബോൾട്ട്, സ്ക്രൂവ് ഇമാതിരി മറ്റൊരു കാര്യം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും ഗുഡ്സ് ആയിരിക്കും. ഇന്റർമീഡിയറ്റ്സ് ഗുഡ്സ് ഒരിക്കലും നാഷണൽ ഇൻകത്തിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടില്ല. കാരണം എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇന്റർമീഡിയറ്റ്സ് ഗുഡ്സിന്റെ വാല്യൂ ഓൾറെഡി അവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ വീണ്ടും നമ്മൾ നാഷണൽ ഇൻകത്തിനകത്തോട്ട് വരുമ്പോഴത്തേക്കും വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഇപ്പോൾ ഒരു നട്ടിന് 5 രൂപയാണ് വില. ഈ 5 രൂപ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു എന്നിരിക്കട്ടെ. അപ്പൊ ഡബിൾ കൗണ്ടിങ് വരും. ഈ 5 രൂപയുടെ വില ഞാൻ അത് ആദ്യം പറഞ്ഞ പോലെ തന്നെ ചപ്പാത്തിയുടെ എക്സാമ്പിളിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. ആ 5 രൂപയുടെ നട്ടിന്റെ വില, നട്ട്സ് അല്ല, നട്ടിന്റെ വില നമ്മളിപ്പോ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ നട്ട് കൊണ്ടുണ്ടാക്കിയ വാഹനത്തിനകത്തും ഇത് ഇംപ്ലിസിറ്റ് ആയിട്ട് വരും. ഇപ്പൊ ഒരു കാറാണെങ്കിൽ ആ കാറിനകത്തുള്ള സ്റ്റീല്, നട്ട്, ബോൾട്ട്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക്, അതുപോലെ തന്നെ ഫൈബർ കണ്ടന്റ്, ഇതിന്റെ എല്ലാം കൂടെ ഫൈനൽ വിലയാണ് ആ ഫൈനൽ പ്രൊഡക്റ്റിന്റെ വില എന്ന് പറയുന്നത്. അപ്പൊ ഫൈനൽ പ്രൊഡക്റ്റിന്റെ വില മാത്രം എടുത്താൽ മതി. കസ്റ്റമറിലേക്ക് എത്തുമ്പോഴത്തെ സമയത്തെ ഒരു വിലയാണ് നമ്മൾ നാഷണൽ ഇൻകത്തിനകത്തോട്ട് എടുക്കുന്നത്. ആ ഒരു ഫൈനൽ പ്രൊഡക്റ്റിനകത്ത് പിന്നെ പ്രത്യേകിച്ച് ഇന്റർമീഡിയറ്റ് ഒന്നും കൂട്ടേണ്ട കാര്യമില്ല. അപ്പൊ ക്വസ്റ്റിനകത്ത് ഏതെങ്കിലും ഒരു ഇന്റർമീഡിയറ്റ് ഗുഡാണ് വന്നിട്ടുള്ളതെങ്കിൽ അത് നമുക്ക് കേൾക്കുമ്പോഴേ അറിയാലോ ഇത് ഇന്റർമീഡിയറ്റ് ആണോ ഫൈനൽ ഗുഡ് ആണോ എന്ന്. ഒരു ഫൈനൽ കൺസെപ്ഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണെങ്കിൽ അത് ഫൈനൽ ഗുഡ്, ബാക്കിയുള്ളതെല്ലാം ഇന്റർമീഡിയറ്റ് ഗുഡ്. അപ്പൊ ഇന്റർമീഡിയറ്റ് ഗുഡ് ഒരിക്കലും നാഷണൽ ഇൻകത്തിനകത്ത് അക്കൗണ്ടിങ്ങിനകത്ത് എടുക്കരുത്. അപ്പൊ എടുക്കത്തില്ലല്ലോ, ഇന്റർമീഡിയറ്റ് ഗുഡ് എടുക്കരുത്. ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്താണെന്നൊക്കെ അറിയാലോ. ഇവിടെ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ അല്ലേ? ശരി, അപ്പൊ ഇനി ഇതൊന്നും നോക്കിയേ. ഞാനിത് ചോദിച്ചു പോവാം, അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ വായിക്കത്തല്ലേ ഉള്ളൂ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് നിങ്ങൾക്കൊരാള് ഗിഫ്റ്റ് തരുന്നു. അതായത് നിങ്ങൾക്കൊരാൾ ഒരു 100 രൂപ ഗിഫ്റ്റ് ആയിട്ട് പുറം രാജ്യത്തു നിന്നാന്ന് വെച്ചോ, ഗൾഫിൽ നിന്ന് നിങ്ങളുടെ മാമൻ ഒരു 1000 രൂപയുടെ ഗിഫ്റ്റ് ക്യാഷ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നു. ഇത് നാഷണൽ ഇൻകത്തിനകത്തോട്ട് വരുമോ ഇല്ലയോ? ഇപ്പൊ നിഷിയുടെ മാമൻ എന്താണ്, നിഷിയുടെ അങ്കിള് ഒരു 1000 ഒന്നും വേണ്ട, 1 ലക്ഷം രൂപ വെച്ചു. 1 ലക്ഷം രൂപ നിഷിയുടെ അങ്കിള് നിഷിക്ക് അയച്ചു കൊടുത്തു. ഇത് നാഷണൽ ഇൻകത്തിനകത്ത് വരുമോ ഇല്ലയോ? ശരി, എന്നാ ഞാൻ ഇവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിഷിയുടെ അങ്കിള് ഗൾഫിൽ പോയിട്ട് ഗൾഫിൽ പോയി അവിടുന്ന് നിഷിയുടെ അങ്കിള് എന്തെങ്കിലും ഒരു ജോലി ചെയ്തു. അങ്ങനെ നിഷിയുടെ അങ്കിളിന് കിട്ടിയ ഒരു വേജസ് ആണ് 1 ലക്ഷം രൂപ എന്ന് വെച്ചോ. ആ 1 ലക്ഷം രൂപയും നിഷിക്ക് എന്ത് ചെയ്തു, ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു, ഗിഫ്റ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ഇവിടെ ഉണ്ടാവുന്ന പ്രശ്നം എന്താണെന്നറിയാവോ? ഈ നിഷി എന്തെങ്കിലും ഒരു പ്രൊഡക്ഷൻ നടത്തിയിട്ടാണോ ഈ 1 ലക്ഷം രൂപ കയ്യിലോട്ട് മേടിച്ചേ? നിഷി ഇവിടെ എന്തെങ്കിലും ചെയ്തോ? ചുമ്മാ ഇരുന്ന് 1 ലക്ഷം രൂപ മേടിക്കായിരുന്നില്ലേ? അപ്പൊ GDPക്കകത്ത് എന്താ വരുന്നത്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അല്ലേ വരുന്നത്? ഒന്നെങ്കിൽ അവിടെ ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കണം, അല്ലെങ്കിൽ അവിടെ ഒരു സർവീസസ് ഉൽപ്പാദിപ്പിക്കണം. ഇവിടെ എന്തുവാ ഉൽപ്പാദിപ്പിച്ചേ? ഇവിടെ വല്ല ഉൽപ്പാദിപ്പിച്ചോ? പുള്ളി പണിയെടുത്ത പൈസയാണ്. അപ്പൊ പുള്ളി പണിയെടുക്കുന്ന സമയത്ത് അവിടെ ആടായി, പിന്നെ ഇങ്ങോട്ട് അയച്ചു കൊടുക്കുമ്പോ എന്തിനാ ആടാവുന്നേ? അത് ഇവിടെ എന്ത് പ്രൊഡക്ഷൻ റിലേറ്റഡ് കാര്യമാണ് ഇവിടെ നടന്നത്? അപ്പൊ ഇത് നാഷണൽ ഇൻകത്തിനകത്ത് വരുമോ ഗിഫ്റ്റ്? വരത്തില്ലല്ലോ, ഉറപ്പല്ലേ? ഇതേ സെയിം സാധനമാണ് സ്കോളർഷിപ്പുകൾ. ഗിഫ്റ്റ്, ഗ്രാൻഡ്, സ്കോളർഷിപ്പ്, ഇവിടെ ഒന്നും പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ട് യാതൊരു കാര്യവും നടക്കുന്നില്ല. അങ്ങനെ ഒരു പ്രൊഡക്റ്റോ സർവീസസോ ഉൽപ്പാദിപ്പിക്കാതെ വെറുതെയാണ് പൈസ വരുന്നതെങ്കിൽ ഇത് നാഷണൽ ഇൻകത്തിനകത്തോട്ട് വരത്തില്ല. ഇതേ കാര്യമാണ് നമുക്ക് ഈ ഗവൺമെന്റുകളൊക്കെ തരുന്ന സ്കോളർഷിപ്പിന്റെ ഒക്കെ കാര്യം നോക്കിക്കഴിഞ്ഞാല്. കാരണം ഈ സ്കോളർഷിപ്പ് എന്നൊക്കെ പറയുന്നത് മറ്റൊരു പ്രൊഡക്ഷൻ റിലേറ്റഡ് ആക്ടിവിറ്റിയിൽ നിന്നുണ്ടായി വന്നിട്ടുള്ള പൈസയാണ്. അത് ഓൾറെഡി നാഷണൽ ഇൻകത്തിനകത്ത് കൗണ്ട് ആയി.
ഇനി ഇവിടെ നമുക്ക് വെറുതെ ഒരു പ്രൊഡക്ഷനും ഒരു സർവീസസും നടക്കാതെ നമുക്ക് വെറുതെയാണ് ഗവൺമെന്റ് സ്കോളർഷിപ്പ് തരുന്നത്. അങ്ങനെ യാതൊരു പ്രൊഡക്ഷൻ റിലേറ്റഡ് ആക്ടിവിറ്റി അല്ലാത്തതുകൊണ്ട് ഈ സ്കോളർഷിപ്പോ ഗ്രാന്റുകളോ ഇതൊന്നും നാഷണൽ ഇൻകത്തിനകത്തോട്ട് വരത്തില്ല. ഇത് ക്ലിയർ അല്ലേ? അപ്പൊ ഗിഫ്റ്റ്, ഗ്രാന്റ്, ഡൊണേഷൻ, സ്കോളർഷിപ്പുകൾ, ഇമാതിരി പരിപാടികളൊന്നും ഈ നാഷണൽ ഇൻകത്തിനകത്ത് വരത്തില്ല. ഇനിയിപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. ഓക്കെ, അത് ക്ലിയർ ആണെങ്കിൽ വേറൊരു കാര്യം ചോദിക്കാം. ഇപ്പൊ അച്ഛൻ നിഷിയുടെ അച്ഛൻ ഒരു എന്താണ് ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. പുള്ളിക്ക് മാസം 1 ലക്ഷം രൂപ കിട്ടി. 1 ലക്ഷം രൂപ കിട്ടി. അതേ 1 ലക്ഷം രൂപ തന്നെ എന്താണ് നിഷിയുടെ മദറിന് അയച്ചു കൊടുത്തു. എന്ന് വെച്ചാൽ നമ്മൾ ഗൾഫിൽ ജോലിയുള്ള നമ്മുടെ പേരൻസ് നമുക്ക് പൈസ അയച്ചു തരുന്നു. റെമിറ്റൻസ്. ഇതിനെ റെമിറ്റൻസ് എന്നാണ് വിളിക്കുന്നത്. ഫോറിൻ റെമിറ്റൻസ് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ അയച്ചു തരുന്ന പൈസ നാഷണൽ ഇൻകത്തിനകത്ത് വരുവോ ഇല്ലയോ? ഓക്കെ, വരും എന്ന് പറഞ്ഞു. ഇവിടെ വരുമ്പോ എന്ത് പ്രൊഡക്ഷനാ നടക്കുന്നത്? നമുക്ക് അയച്ചു തന്നു, നമ്മുടെ കയ്യിലെത്തി, ആ പൈസ നമ്മുടെ കയ്യിലെത്തി. അപ്പോൾ ഇവിടെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടോ? ഉം ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ കൂടും, യൂസ് ചെയ്യുമ്പോൾ വരും. അല്ല, ഇത് നാഷണൽ ഇൻകത്തിനകത്ത് വരുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. വളരെ പ്രിസൈസ് ആയിട്ട് പറഞ്ഞാൽ ഇത് NFIക്കകത്ത് വരുമോ ഇല്ലയോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. NFI എന്ന് വെച്ചാൽ ഇതിപ്പം ഞാനിപ്പോ ഈ ചോദിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഫോറിൻ റെമിറ്റൻസ് ഇങ്ങോട്ട് അയച്ചു തരുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് ഈ പൈസ എത്തി. ഇത് റെമിറ്റൻസ് ആണ്. ഈ റെമിറ്റൻസ് എന്ന് പറയുന്നത് നാഷണൽ ഇൻകത്തിനകത്തോട്ട് വരുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ നാഷണൽ ഇൻകത്തിനകത്ത് വരുമോ ഇല്ലയോ എന്ന് നോക്കണമെങ്കിൽ ഇത് NFIക്കകത്ത് പെടുവോ ഇല്ലയോ എന്നാണ് നോക്കേണ്ടത്. മുന്നോട്ട് പോകുമ്പോഴത്തേക്കും പഠിക്കാം. അപ്പൊ ഇവിടെ ഓർക്കേണ്ട കാര്യം ആദ്യം അദ്ദേഹം ആ ഒരു 1 ലക്ഷം രൂപ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ എന്താണ് ഫാക്ടർ ഇൻകം ആയിരുന്നു. ഫാക്ടർ ഇൻകം പഠിക്കാം. എന്തായാലും ഫാക്ടർ ഇൻകം എന്താണെന്നൊന്ന് പഠിച്ചു വെക്കുക. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യുകയാണ്. ഇപ്പൊ തൊഴിൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വേജസ് കിട്ടും. ആ വേജസ് എന്ന് പറയുന്നത് ഒരു ഫാക്ടർ ഇൻകം ആണ്. 4 തരത്തിലുള്ള ഫാക്ടർ ഇൻകം ഉണ്ട്, അതിലേക്ക് വരാം. ഓക്കെ, അപ്പൊ ആ വേജസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഇൻകം ആണ്. ഈ ഫാക്ടർ ഇൻകം എപ്പോഴും നാഷണൽ ഇൻകത്തിനകത്തോട്ട് കൗണ്ട് ചെയ്യും. അതുപോലെ തന്നെ NFIക്കകത്ത് വരുന്നത് കൊണ്ടാണ് വിദേശത്തുള്ള ഒരാൾ സ്വീകരിക്കുന്ന ഫാക്ടർ ഇൻകം NFIക്കകത്ത് വരുന്നത് കൊണ്ടാണ് പിന്നീട് നാഷണൽ ഇൻകത്തിനകത്തോട്ട് വരുന്നത്. ഇനി ഈ ഫാക്ടർ ഇൻകം NFIക്കകത്ത് വരും. അപ്പം ഇത് ഓൾറെഡി വന്നു കഴിഞ്ഞു. 1 ലക്ഷം രൂപ ഫാക്ടർ ഇൻകം ആയിരുന്നു, അത് ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇനി നടക്കുന്നത് എന്താ? ജസ്റ്റ് ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്. ഇവിടെ ഒരു പ്രൊഡക്ഷൻ റിലേറ്റഡ് ആക്ടിവിറ്റിയും ഇല്ല. അപ്പൊ ഇതിനെയാണ് റെമിറ്റൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം മിയർ റെമിറ്റൻസ് ആണെങ്കിൽ അത് വരത്തില്ല. കാരണം എന്താ? ഇത് ഓൾറെഡി ഒരു ഫാക്ടർ ഇൻകം ആയിരുന്നു. മനസ്സിലായോ? അത് ഓൾറെഡി ഒരു ഫാക്ടർ ഇൻകം ആയിട്ട് NFIക്കകത്തോട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം ഇനി ഇതൊരു റെമിറ്റൻസ് നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രൊഡക്ഷൻ റിലേറ്റഡ് ആക്ടിവിറ്റി നടക്കുന്നില്ല. മനസ്സിലായോ? ഇനിയിപ്പോ ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂന്റെ കാര്യം ഞാൻ വരാം. ഇത് ക്ലിയർ അല്ലേ? അപ്പൊ അതൊരു ഫാക്ടർ ഇൻകം ആയിരുന്നു. എബ്രോഡിലാണ് അത് നടന്നിട്ടുള്ളതും. ആ ഫാക്ടർ ഇൻകം ആയ സമയത്ത് തന്നെ എന്തായി? അത് നാഷണൽ ഇൻകത്തിനോട്ട് കൗണ്ട് ആയി. ഇനി റെമിറ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ജസ്റ്റ് ട്രാൻസ്ഫർ ഓഫ് മണി മാത്രമാണ് ഉൾപ്പെടുന്നത്, വിത്തൗട്ട് എനി പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. അതുകൊണ്ട് റെമിറ്റൻസിന്റെ കേസിൽ വരുമ്പോഴത്തേക്ക് ഇത് NFIയിലോട്ട് ആഡ് ചെയ്യത്തില്ല. ഫാക്ടർ ഇൻകം ആണെങ്കിൽ ആഡ് ചെയ്യും. ഇത് ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? ശരി. ഇനി ഇവിടെ ഒരാൾ ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ ഞാൻ നോക്കട്ടെ. ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ കൂടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ കൂട്ടണമെങ്കിൽ ഇത് ബേസിക്കലി ഈ റുപ്പിയുടെ വാല്യൂ വേറൊരു ചാപ്റ്റർ ആണ്. ജസ്റ്റ് ഒന്ന് ഇത് പറഞ്ഞുകൊണ്ട് മാത്രം. ഈ റുപ്പീസിന്റെ ഒക്കെ അല്ലെങ്കിൽ റുപ്പി ആയിക്കോട്ടെ ഡോളറിന്റെ ആയിക്കോട്ടെ വാല്യൂ കൂടുന്നതും കുറയുന്നതും എപ്പോഴും ഡിമാൻഡും സപ്ലൈ അനുസരിച്ചായിരിക്കും കേട്ടോ. അതായത് ഫിക്സഡ് ഒഴിച്ചിട്ട് ചില രാജ്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും പെഗ്ഡ് സിസ്റ്റമാണ്. ഇപ്പം ചില ഗൾഫ് നേഷൻസ് ആണെങ്കിലും ആഫ്രിക്കയിലെ ചില രാജ്യങ്ങളാണെങ്കിലും അവര് ഈ ഡോളറിനോട് അവരുടെ കറൻസി ഡോളറിനോട് അങ്ങ് ചേർത്ത് വെച്ചിരിക്കുക. അതാണ് പെഗ്ഡ് എന്ന് പറയുന്നത്. പെഗ്ഡ് ടു ഡോളർ. അതാണ് പെഗ്ഗിങ് സിസ്റ്റം എന്ന് പറയുന്നത്. അതുകൊണ്ട് മാറ്റി നിർത്ത് ആ ഒരു സംഭവത്തിലോട്ട് വരുമ്പോൾ പഠിക്കാം. ഇവിടെ നമ്മൾ ബേസിക്കലി എടുക്കുന്നത് ഡിമാൻഡ് സപ്ലൈ ആണ്. ഞാൻ ഒരു ചോദിച്ചോട്ടെ, ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ ഡിമാൻഡ് കൂടുമ്പോൾ അതിന്റെ പ്രൈസ് കൂടുവോ കുറയുവോ?
ഏതെങ്കിലും ഒരു ഐറ്റത്തിന്റെ ഡിമാൻഡ് കൂടുമ്പോൾ അതിന്റെ പ്രൈസ് കൂടുവോ കുറയുവോ? അതിന്റെ പ്രൈസ് കൂടും. അപ്പം സപ്ലൈ കൂടുമ്പോൾ പ്രൈസ് കൂടുവോ കുറയോ? സപ്ലൈ കൂടുമ്പോൾ പ്രൈസ് കൂടുവോ കുറയോ? സപ്ലൈ കൂടുമ്പോൾ പ്രൈസ് കുറയും, ഡിമാൻഡ് കൂടുമ്പോൾ പ്രൈസ് കൂടും. അപ്പൊ ഇതാണ് അതിന്റെ ബേസിക് ലോജിക് എന്ന് വിളിക്കുന്നത്. ഈ ഡിമാൻഡും സപ്ലൈയും തമ്മിൽ ഒരു പ്രൈസിന്റെ ഏതൊരു കറൻസിയുടെ ആണെങ്കിലും ഡിമാൻഡ് സപ്ലൈ അടിസ്ഥാനത്തിൽ ആ ഒരു കറൻസിയുടെ വില നിർണ്ണയിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഫ്ലോട്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഫ്ലോട്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഇന്ത്യ തുടർന്ന് പോകുന്നത് ഫ്ലോട്ടിംഗ് ആണോ ഫിക്സഡ് ആണോ? ഡിമാൻഡ് സപ്ലൈ മാത്രമാണെങ്കിൽ അതിനെ ഫ്ലോട്ടിംഗ് എന്ന് വിളിക്കും. ഇന്ത്യ തുടർന്ന് പോകുന്നത് ഫ്ലോട്ടിംഗ് ആണോ ഫിക്സഡ് ആണോ? ഇന്ത്യ തുടർന്ന് പോകുന്നത് ഫ്ലോട്ടിങ്ങും അല്ല ഫിക്സഡും അല്ല. ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് മാനേജ്ഡ് ഫ്ലോട്ടിംഗ് ആണ്. മാനേജ്ഡ് ഫ്ലോട്ടിംഗ് ആണ്. അതായത് ഡിമാൻഡ് സപ്ലൈ ഒക്കെയാണ് നമ്മുടെ കറൻസിയുടെ വില തീരുമാനിക്കുന്നത്. പക്ഷേ ഇതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുന്നുണ്ട് എങ്കിൽ നമ്മുടെ എന്ത് ചെയ്യും? നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് അല്ല, സെൻട്രൽ ബാങ്ക് ഇടപെട്ടിട്ട് ആ കറൻസി സ്റ്റെബിലൈസേഷൻ നടക്കും. അത് നടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാവോ? ഒന്നെങ്കിൽ അത് വിറ്റഴിക്കും, പൈസ വിറ്റഴിക്കും, അല്ലെങ്കിൽ അത് വാങ്ങിച്ചു കൂട്ടും. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകുമ്പോഴത്തേക്കും പഠിക്കാം. ഇപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, ഏതൊരു കറൻസിയുടെ ആണെങ്കിലും വില തീരുമാനിക്കുന്നത് ആ കറൻസിയുടെ ഡിമാൻഡ് സപ്ലൈ അനുസരിച്ചായിരിക്കും. ഇപ്പോൾ നമ്മൾ ഒരു വലിയ രീതിയിലുള്ള എക്സ്പോർട്ടുകൾ നടത്തുകയാണ്. നമ്മളിപ്പോൾ വലിയ രീതിയിലുള്ള ഒരു കണ്ടുപിടുത്തം സംഭവിച്ചു. ഇപ്പൊ സിലിക്കോൺ ബാറ്ററി എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ബാറ്ററിയുടെ കേസിൽ നമ്മളിപ്പോൾ സിലിക്കോൺ ബാറ്ററി പോലെയുള്ള നൂതന സംവിധാനങ്ങൾ കണ്ടുപിടിച്ചു. ഇതിന് വലിയ രീതിയിലുള്ള ഡിമാൻഡ് വന്നു. അപ്പൊ എന്ത് ചെയ്യുന്നറിയാമോ? അമേരിക്ക ആണെങ്കിൽ പോലും നമ്മുടെ പൈസ കൊടുത്തിട്ട് വേണമല്ലോ അവർ മേടിക്കാൻ. അപ്പൊ നമ്മളുടെ ഡിമാൻഡാണ്, നമ്മുടെ കറൻസിയുടെ ഡിമാൻഡാണ് ലോകമെമ്പാടും കൂടുന്നത്. കാരണം ഈ സാധനം മേടിക്കണമെങ്കിൽ നമുക്ക് കറൻസിയിൽ നമ്മുടെ അടുത്തുനിന്ന് വന്നിട്ട് സാധനം മേടിച്ചിട്ട് പോകണം, അല്ലെ? അപ്പൊ നമ്മുടെ അടുത്ത് കറൻസി തന്നിട്ട് വേണം നമ്മുടെ അടുത്തുനിന്ന് ഈ സാധനം മേടിച്ചിട്ട് പോകാൻ. അപ്പൊ കറൻസിയുടെ വില ലോകത്താകമാനം ഡിമാൻഡ് കൂടും. അപ്പൊ അതനുസരിച്ച് കറൻസിയുടെ വാല്യൂ കൂടും. അപ്പൊ ഏതൊരു കറൻസി ആണെങ്കിലും ആ ഒരു കറൻസിയുടെ ഡിമാൻഡ് കൂടുന്നുണ്ടെങ്കിൽ ആ ഒരു കറൻസിയുടെ വാല്യൂ കൂടും. ഓക്കെ ആണോ? ആ അപ്പൊ ഇപ്പം ഇപ്പൊ ഈ റെമിറ്റൻസിലോട്ട് വരാം. ഇപ്പൊ റെമിറ്റൻസിന്റെ സമയത്ത് ഞാനിപ്പോ എന്താണ്, ഡോളറിലാണ് ഡോളർ അവിടെ കൊടുക്കുമ്പോഴാണല്ലോ നമ്മുടെ റുപ്പി മേടിക്കുന്നത്. അപ്പൊ ഈ റുപ്പിയുടെ ഡിമാൻഡ് ആണ് അവിടെ കൂടുന്നതെങ്കിൽ, റെമിറ്റൻസ് ആയിക്കോട്ടെ, നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യോ ഇമ്പോർട്ട് ചെയ്യോ എന്തും ആയിക്കോട്ടെ, അവിടെ ഏതെങ്കിലും ഒരു കറൻസിയുടെ ഡിമാൻഡ് ആണ് കൂടുന്നതെങ്കിൽ ആ കറൻസിയുടെ വാല്യൂ കൂടും. ഇനി വേറെ ഏതെങ്കിലും ഒരു സമയത്ത് കറൻസിയുടെ സപ്ലൈ, ഇപ്പൊ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡോളർ വളരെ വ്യാപകമായിട്ട് വിറ്റഴിക്കുകയാണെന്ന് വെച്ചു. അങ്ങനെ ഡോളർ എക്കോണമിയിൽ വലിയ രീതിയിൽ വിറ്റഴിക്കപ്പെട്ടാൽ ഡോളറിന്റെ വാല്യൂ കുറയും. അപ്പൊ ഇതാണ് ബേസിക്കലി കറൻസിയുടെ വാല്യൂ കൂടുവോ കുറയുവോ എന്ന് നിർണ്ണയിക്കുന്നത്. അതിപ്പോ ഏതും ആയിക്കോട്ടെ, റെമിറ്റൻസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ പ്രൊഡക്ട്സ് വാങ്ങുന്നതായിക്കോട്ടെ വിൽക്കുന്നതായിക്കോട്ടെ, ഡിമാൻഡ് കൂടിയാൽ പ്രൈസ് കൂടുമെന്നും സപ്ലൈ കൂടിയാൽ പ്രൈസ് കുറയുമെന്നും ഇപ്പൊ ബേസ് ആയിട്ടൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ ഈ നാഷണൽ ഇൻകവുമായിട്ട് ബന്ധപ്പെട്ട് ഡയറക്റ്റ് കണക്ഷൻ അതിനോട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. ഡിമാൻഡ് സപ്ലൈ ആയിട്ട് അതൊരു വേറൊരു എക്കണോമിക് ഫാക്ടേഴ്സ് ആണ്. ഇനി നമുക്ക് തിരിച്ചു വരാം. അപ്പൊ നമ്മൾ പറഞ്ഞു റെമിറ്റൻസ്. അപ്പൊ റെമിറ്റൻസ് എന്താണ്? റെമിറ്റൻസ് ആയിട്ട് ആ സച്ച് NFIക്കകത്ത് വരത്തില്ല. പക്ഷെ അതൊരു ഫാക്ടർ ഇൻകം ആണ് എങ്കിൽ അത് എന്ത് ചെയ്യും? NFIക്കകത്ത് വരും. ഇനിയിപ്പോ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കാം. റെമിറ്റൻസ് പറഞ്ഞു, അങ്കിളിന്റെ വേജ് പറഞ്ഞു, ഇനി എന്താണ്? ഇനി ബ്ലാക്ക് മാർക്കറ്റ്. ഇപ്പം ഞാന് നാളെ ഒരു 10,000 രൂപയുടെ കള്ളക്കടത്ത് നടത്തി. ഇത് നാഷണൽ ഇൻകത്തിനകത്ത് വരുമോ ഇല്ലയോ? ഞാൻ നാളെ ഒരു 10,000 രൂപയുടെ കള്ളക്കടത്ത് നടത്തി. ഇത് നാഷണൽ ഇൻകത്തിനകത്ത് വരുമോ ഇല്ലയോ? ശരി, നിഷി പറഞ്ഞു വരത്തില്ല, ദിവ്യ പറഞ്ഞു വരത്തില്ല. അതിന്റെ കാരണം എന്നാ? നമ്മളിപ്പോ ഈ കാണാതെ പഠിച്ചാലേ, ഈ കാരണം കൂടെ പഠിച്ചു കഴിഞ്ഞാലേ മറന്നു പോകത്തില്ല. ഈ കള്ളക്കടത്ത് നടത്തി അതിന്റെ പ്രൈസ് വന്നില്ല, അതിന്റെ കാരണം എന്താ? ബ്ലാക്ക് മണിയാണ്. അതെ. അപ്പം ബ്ലാക്ക് മണി അല്ലെങ്കിൽ കള്ളക്കടത്ത് എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഒരു കാൽക്കുലേഷനും ഇല്ല. ഇതിന്റെ ഡോക്യുമെന്റ്സ് ഗവൺമെന്റിൽ ഇല്ല. അതുകൊണ്ടാണ് ഇത് നാഷണൽ ഇൻകത്തിനകത്തോട്ട് വരാത്തത്. അപ്പൊ ബ്ലാക്ക് മണി, ബ്ലാക്ക് മാർക്കറ്റിംഗ് ഒക്കെ പോലുള്ള കാര്യങ്ങൾ നാഷണൽ ഇൻകത്തിനകത്ത് വരത്തില്ല. ഇനി ശ്രീരാജിന്റെ വീട്ടില് ശ്രീരാജിന്റെ അമ്മ എന്നും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ വർക്ക് ചെയ്യുന്ന വെച്ചാൽ ഹൗസ് വൈഫ് ആണെന്ന് ഇരിക്കട്ടെ. ഇനി ഹൗസ് വൈഫ് ആണ് എങ്കിൽ ശ്രീരാജിന്റെ അമ്മ എന്നും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ വർക്ക് ചെയ്യുന്നതിന്റെ മോണിറ്ററി വാല്യൂ നാഷണൽ ഇൻകത്തിനകത്തോട്ട് വരുമോ? അമ്മ എന്ത് ചെയ്യുന്നു? അമ്മ ഹൗസ് വൈഫ് ആണ്. ഈ ഹൗസ് വൈഫിന്റെ വാല്യൂ എന്തെങ്കിലും വാല്യൂ വരുമോ? ഇല്ല. അതെന്താ സംഭവം?
ഇല്ലാന്നറിയാം. ഓക്കെ. പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സർവീസ് ആണ്. മോണിറ്ററി ബെനിഫിറ്റ് ആഗ്രഹിക്കാതെ ചെയ്യുന്ന ഒരു ഫ്രീ സർവീസ് പോലെയാണ് ഇതിനെ ഇപ്പൊ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതേ കാര്യം ഹോട്ടലിൽ പോയി ചെയ്താൽ വരുമോ? ഇപ്പൊ അമ്മ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ അവിടെ വരും. കാരണം എന്താ? ഡിമെറിറ്റ് ഓഫ് നാഷണൽ ഇൻകം എന്നൊക്കെ പറയാൻ പറ്റും. എല്ലാതരം ഡിമെറിറ്റുകളുണ്ട്. ഡിപ്രിസിയേഷൻ ഉണ്ട്, ഡിമെറിറ്റ്. ശരി. അതിന്റെ കാരണം എന്താ? ഹോട്ടലിൽ പോയി ചെയ്താല് സാലറി വാങ്ങിയാണ് ചെയ്യുന്നത്. സാലറി വാങ്ങി ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതൊരു ഫാക്ടർ ഇൻകം ആകും. ഓക്കെ. കൂലി കിട്ടുന്നത് കൊണ്ട് അവിടെ അത് വരും. അപ്പൊ ഇതാണ് എന്ത് ഈ ആ, ഇതിന്റെ കേസിൽ, ഹൗസ് ഹോൾഡ് വർക്ക് നമ്മുടെ അമ്മമാര് ചെയ്യുന്നതിന്റെ കേസിൽ. ശരി. GST കൊടുക്കണം. ആ അത് GST കൊടുക്കണം, ശരിയാണ്. പക്ഷെ ഈ പ്രൊഡക്ഷൻ സർവീസസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പിന്നെ പറയാം, ടാക്സിന്റെ ഇതിൽ പറയാം. ശരി, GST കൊടുക്കണം. ഇനി സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് വരുമോ ഇല്ലയോ? അറിയാൻ തോന്നുന്നു, കഴിഞ്ഞ തവണ ഞാൻ ചോദിച്ചാന്ന് തോന്നുന്നു. വായിക്കരുത് കേട്ടോ, വെറുതെ എന്തിനാ വായിച്ചിട്ട്, നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്ക്. സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് വരുമോ ഇല്ലയോ? ഇപ്പൊ ഞാനൊരു 1 ലക്ഷം രൂപയ്ക്ക് ഒരു കാറ് വാങ്ങി. ആ കാറ് ഞാൻ ഒരു 1,50,000 രൂപയ്ക്ക്, അല്ല സോറി, 50,000 രൂപയ്ക്ക് വിറ്റു. 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ കാറ് 50,000 രൂപയ്ക്ക് വിറ്റു. ആ അപ്പൊ ആ ഒരു കാറിന്റെ ആ ഒരു 50,000 രൂപ എന്നുള്ളത് വരുമോ? ഓൾറെഡി ഉൾപ്പെടുത്തി. ഇനി അതിന്റെ സർവീസ് ചാർജ് വാങ്ങും. ശരി, ആ കാറ് വിൽക്കാൻ നേരം എന്തെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഉണ്ടെങ്കിൽ അയാൾ മേടിച്ച പൈസ എന്താണ്, പുറത്തുനിന്നാണ് വന്നിട്ടുണ്ടെങ്കിൽ വരും. ഇനി മറ്റെന്തെങ്കിലും സർവീസസ് ഒക്കെ ഉണ്ടെങ്കിൽ വരും. പക്ഷെ ആ സച്ച് ഇത് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ഇതിനകത്ത് വരത്തില്ല. കാരണം ഇത് ഒരു പുതിയ വാഹനമായിരുന്നല്ലോ. ഇതൊരു പുതിയ വാഹനമായിരുന്നല്ലോ. നമ്മൾ 1 ലക്ഷം രൂപയ്ക്ക് മേടിച്ചതല്ലേ. ആ സമയത്ത് ഇത് ഓൾറെഡി കൗണ്ടഡ് ആണ്. ഇനി 50,000 രൂപ വെറുതെ എന്തിനാ വീണ്ടും? അതെ. അപ്പൊ അത് വരത്തില്ല. കാരണം അതിന്റെ കാരണം എന്താണ്? ഡബിൾ കൗണ്ടിങ് ആവുന്നത് കൊണ്ടാണ് അത് വരാത്തത്. ശരി. ഇനിയിപ്പോ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സിന്റെ പഴയ കാറ്, പഴയ വീട്, ഇതൊന്നും നാഷണൽ ഇൻകത്തിനകത്ത് വരത്തില്ല. കാരണം അത് ഒരു തവണ വന്നിട്ടുണ്ട്. ഇതൊരു പുതിയ ഉൽപാദനമല്ല. ഇനി ട്രാൻസ്ഫർ പേയ്മെന്റുകൾ. ഈ ട്രാൻസ്ഫർ പേയ്മെന്റുകൾ പറയുന്നതാണ് പെൻഷൻ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു സ്കോളർഷിപ്പുകൾ, റെമിറ്റൻസ്, ഇതുപോലെയുള്ള കാര്യത്തിന് ഉൽപാദന പ്രവർത്തനം ഇല്ലാത്തത് കൊണ്ട് അത് നാഷണൽ ഇൻകത്തിനകത്തോട്ട് വരത്തില്ല. ഇനി ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എന്നല്ല, സ്റ്റോക്ക്, അതുപോലെ തന്നെ ബോണ്ടുകൾ, ഇവിടെയും പ്രൊഡക്ഷൻ നടക്കാത്തത് കൊണ്ടാണ് ഈ ഷെയറിന്റെ വിലയൊക്കെ ഈ നാഷണൽ ഇൻകത്തിനകത്തോട്ട് ആ സച്ച് വരാത്തത്. ഓക്കെ. ഓഹരികൾ, സ്റ്റോക്ക്, ബോണ്ടുകൾ, ഇതൊക്കെ വരാത്തത്. ഇനി ബ്ലാക്ക് മാർക്കറ്റ്, ഇല്ലീഗൽ ആക്ടിവിറ്റീസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇതിന് യാതൊരുവിധ ഔദ്യോഗിക കണക്കുകളും ഇല്ലാത്തത് കൊണ്ട് അത് വരത്തില്ല. ഇനി നമ്മൾ അമ്മമാര് ചെയ്യുന്ന അൺപെയ്ഡ് സർവീസസ്, ഹൗസ് ഹോൾഡ് വർക്കുകൾ, ഇതെന്താണ്? അവിടെ പണം കൊടുക്കാത്തത് കൊണ്ട് ഇതൊരു സർവീസസ് ആണ്. ഒരു അൺപെയ്ഡ് ലേബർ ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. അത് സ്പെഷ്യൽ സർവീസസ് ആയതുകൊണ്ട് ഇവിടെയും നാഷണൽ ഇൻകത്തിനകത്ത് കണക്കാക്കുന്നില്ല. ഇന്റർമീഡിയറ്റ്സ് ഗുഡ്സ് നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞുപോയി. അതും നമ്മൾ ഫൈനൽ ഗുഡ്സിനകത്ത് ഓൾറെഡി ഉൾപ്പെടുന്നത് കൊണ്ട് ഇന്റർമീഡിയറ്റ്സ് ഗുഡ്സിന്റെ വാല്യൂ നമ്മൾ കണക്കാക്കത്തില്ല. പക്ഷെ ഫൈനൽ ഗുഡ്സിന്റെ വാല്യൂ വരുമ്പോഴത്തേക്കും കണക്കാക്കും. ഇനി ഫോറിൻ ഇൻകം ഔട്ട്സൈഡ് ഡൊമസ്റ്റിക് ബോർഡർ എന്ന് പറയുന്നത് ഇത് നമുക്ക് GNB GDP പഠിക്കുമ്പോഴത്തേക്കും പഠിച്ചു പോകാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. ശരി. ഇനി ആഭ്യന്തര പ്രദേശം എന്നൊരു കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ GDP ആയിട്ട് ബന്ധപ്പെട്ടിട്ടോ ഒക്കെയുള്ള മിക്ക GDP GNP ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മിക്ക കാര്യങ്ങളും എന്താണ്, നമുക്ക് ഈസി ആവും. അപ്പൊ ആഭ്യന്തര പ്രദേശം അല്ലെങ്കിൽ സാമ്പത്തിക പ്രദേശം അല്ലെങ്കിൽ ടെറിട്ടറി എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത്. ഇനി ജി ഡി പിയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്ത്? ശരി, GDPയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇത് കണ്ടില്ലേ? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ GDP എന്നത് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക പ്രദേശത്ത്, ഓക്കെ, എക്കണോമിക് ടെറിട്ടറി അല്ലെങ്കിൽ ആഭ്യന്തര പ്രദേശത്ത് ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എല്ലാ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ആകെത്തുകയാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്നത് ഒരു രാജ്യത്തിന്റെ, അതായത് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക പ്രദേശത്ത്, അപ്പൊ ഒന്നാമത് ഓർക്കേണ്ടത് ടെറിട്ടറി, എക്കണോമിക് ടെറിട്ടറി ഒന്ന്, പ്രദേശത്തിനകത്ത് ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ, പെർ ഇയർ എന്ന് കൂട്ടിക്കും. ശരി. ഇനി ഉൽപ്പാദിപ്പിച്ച എല്ലാ പ്രൊഡക്ട്സിന്റെയും എല്ലാ സർവീസസിന്റെയും, അപ്പൊ ഇവിടെ പ്രൊഡക്റ്റ് വരുന്നുണ്ട്, ഇവിടെ സർവീസസ് വരുന്നുണ്ട്. ഇതിന്റെ ഫൈനൽ എന്താണ്? ഫൈനൽ പ്രൈസ് ആണ്. അതായത് ആകെ
അതായത് ഈ ഒരു മൊത്തം പ്രൊഡക്ട്സിന്റെയും മൊത്തം സർവീസസിന്റെയും ആകെ മോണിറ്ററി വാല്യൂ ആണ് എന്താണ്, ഇതിന്റെ ആകെ മോണിറ്ററി വാല്യൂ ആണ് GDP എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞായിരുന്നു, ഈ ഒരു രാജ്യത്ത് ഒരു വർഷത്തിൽ എല്ലാ പ്രൊഡക്ട്സിന്റെയും എല്ലാ സർവീസസിന്റെയും ഉൽപാദനത്തിന്റെ മോണിറ്ററി വാല്യൂ ആണ് നമ്മൾ GDP ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഈ ടെറിട്ടറി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ഇതിനകത്തെ ക്രക്സ് എന്ന് പറയുന്നത്. ഇപ്പം ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് അതിന്റെ മോണിറ്ററി വാല്യൂ ആണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഇത് ടെറിട്ടറിക്കുള്ളിലാണ്. ഇനി ടെറിട്ടറിയിലേക്ക് വന്നാൽ എന്താണ് ടെറിട്ടറി? ഒരു സർക്കാർ ഭരിക്കുന്ന ഭൂമിശാസ്ത്രപരമായ പ്രദേശമാണ് എന്ത്, എക്കണോമിക് ടെറിട്ടറി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഭരണത്തിന് കീഴിൽ വരുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് ഈ എക്കണോമിക് ടെറിട്ടറി അല്ലെങ്കിൽ ആഭ്യന്തര പ്രദേശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, താഴെ തന്നിട്ടുള്ളവയിൽ ഒരു രാജ്യത്തിന്റെ എക്കണോമിക് ടെറിട്ടറിക്കകത്ത് പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന കാര്യങ്ങളാണ്: ഒന്ന്, രാജ്യത്തിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള അതിർത്തികൾ. അതായത് നമുക്കിപ്പോ ഇന്ത്യക്ക് ഒരു എക്കണോമിക് ടെറിട്ടറി ഉണ്ടല്ലോ, അതായത് ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ്, ഇന്ത്യ പോലെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ കൂടുന്നതാണ് ഇന്ത്യയുടെ ടെറിട്ടറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ ഇന്ത്യക്ക് അധികാരമുള്ള പ്രദേശങ്ങളെയാണ് ഇന്ത്യയുടെ ടെറിട്ടറി ആയിട്ട് പറയുന്നത്. അപ്പൊ നമ്മുടെ ബൗണ്ടറിക്കുള്ളിൽ നിൽക്കുന്ന, നമുക്ക് ഭരണപരമായിട്ട് അധികാരമുള്ള എല്ലാ സ്ഥലങ്ങളെയും നമ്മൾ ഇന്ത്യയുടെ എക്കണോമിക് ടെറിട്ടറിക്കകത്ത് പെടുത്തും. അതാണ് ഒന്നാമത്തെ പോയിന്റ്. അത് മനസ്സിലായല്ലോ? അപ്പൊ ഇന്ത്യയുടെ ബൗണ്ടറിക്കകത്തുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എക്കണോമിക് ടെറിട്ടറിക്കകത്ത് പെടുത്തും. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വിദേശത്തുള്ള എംബസികൾ, വിദേശത്തുള്ള കോൺസുലേറ്റുകൾ, പിന്നെ സൈനിക താവളങ്ങൾ. ഇവിടെ എന്തെങ്കിലും പ്രൊഡക്ഷനോ സർവീസസോ നടന്നു കഴിഞ്ഞാൽ അതും നമ്മുടെ നാഷണൽ ഇൻകത്തിനകത്തോട്ട് ആഡ് ചെയ്യും. അപ്പൊ ഇതൊരു ടെറിട്ടറിയാണ്. ഓക്കെ, നമ്മുടെ ഇന്ത്യയിലെ എംബസി, ഇന്ത്യൻ എംബസി ഇൻ USA എന്ന് വെച്ചോ. അപ്പൊ അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ എംബസി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ടെറിട്ടറി ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പൊ കാരണം എന്താണ്? അത് നമ്മുടെ സ്വയംഭരണ പ്രദേശം പോലെയാണ് നമ്മുടെ ഏത് രാജ്യത്തുള്ള നമ്മുടെ എംബസികളാണെങ്കിലും നമ്മുടെ കോൺസുലേറ്റുകളാണെങ്കിലും നമ്മുടെ സൈനിക താവളങ്ങൾ. ഓക്കെ, അപ്പൊ രാജ്യത്തിന് പുറത്തുള്ള നമ്മുടെ സൈനിക താവളങ്ങൾക്കും നമുക്ക് എന്താണ്, നമുക്ക് ഭരണ സ്വാതന്ത്ര്യമുണ്ട്. അത് നമ്മുടെ ടെറിട്ടറിയാണ്. അവിടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രൊഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ അതും നമ്മുടെ നാഷണൽ ഇൻകത്തിനകത്തോട്ട് ഇൻക്ലൂഡ് ചെയ്യും. ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടോ? അതായത് ഇന്ത്യൻ എംബസി, അതായത് അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ എംബസി ഇന്ത്യയുടെ ടെറിട്ടറി ആണ്, അതിൽ സംശയമുണ്ടോ? അല്ലെങ്കിൽ കോൺസുലേറ്റുകൾ, ഇപ്പൊ ദുബായിലുള്ള ഇന്ത്യൻ കോൺസുലേറ്റ് ഇന്ത്യയുടെ ടെറിട്ടറി ആണ്. ആ കോൺസുലേറ്റ് എന്തെങ്കിലും പ്രൊഡക്ഷനോ സർവീസസോ ഒക്കെ നടത്തി കഴിഞ്ഞാൽ നമ്മുടെ നാഷണൽ ഇൻകത്തിനകത്തോട്ട് വരും. നമ്മുടെ സൈനിക താവളങ്ങൾ എവിടെയാണെങ്കിലും അത് നമ്മുടെ ടെറിട്ടറി ആണ്, ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്. ഇത് ക്ലിയർ ആണോ? ഈ സംഭവം ക്ലിയർ അല്ലേ? വളരെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലുള്ള ഇന്ത്യൻ എംബസിയിൽ ഇരുന്നു കൊണ്ട് ആരെങ്കിലും അച്ചാർ ഉണ്ടാക്കി വിറ്റ് കഴിഞ്ഞാൽ അത് നമ്മുടെ നാഷണൽ ഇൻകത്തിനകത്തോട്ട് വരും. അത്രേ ഉള്ളൂ, സിമ്പിളാ. അപ്പൊ ഇതുപോലെ തന്നെയാണ് കോൺസുലേറ്റിയും സൈനിക താവളങ്ങളിലെയൊക്കെ കാര്യം എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ തന്നെയാണ് നമ്മുടെ വിമാനങ്ങളുണ്ടല്ലോ. അതായത് നമ്മുടെ രാജ്യത്തിന്റെ വിമാനമാണ്, ആ വിമാനം മറ്റ് അന്താരാഷ്ട്ര സേവനത്തിനാണ് ഉപയോഗിക്കുന്നതെങ്കിലും ആ വിമാനത്തിനകത്തുള്ള സ്പേസ് എല്ലാം നമ്മുടെ ടെറിട്ടറിയാണ്. ഇതുപോലെ തന്നെയാണ് കപ്പലുകൾ. ഇപ്പൊ വിമാനങ്ങള് രണ്ട് രാജ്യങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന കപ്പലുകളുടെ വിമാനങ്ങൾ, അപ്പൊ അതിന്റെ ഉടമസ്ഥൻ ഇന്ത്യ ആണെങ്കിൽ അത് ഇന്ത്യയുടെ ടെറിട്ടറി ആയിരിക്കും. ഓക്കെ, ഇനി രാജ്യത്തിന് പ്രത്യേക അവകാശമുള്ള, അതായത് ഇന്ത്യയുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ആണെങ്കിൽ ആ ഒരു എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിനുള്ളിൽ നടക്കുന്ന മത്സ്യബന്ധന കപ്പലുകൾ, എണ്ണ വാതക റിഗുകൾ, ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോമുകൾ, അപ്പം ഇതെല്ലാം ഇന്ത്യയുടെ ടെറിട്ടറി ആയിരിക്കും. ഇതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇന്ത്യൻ മത്സ്യബന്ധന കപ്പലുകൾ ആൻഡമാൻ കടലിൽ മീൻ പിടിക്കുമ്പോൾ അത് ഇന്ത്യയുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ആണെങ്കിൽ ആ ഒരു ഇന്ത്യയുടെ മത്സ്യബന്ധന കപ്പലുണ്ടല്ലോ, അത് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ആണെങ്കിൽ പോലും അത് എന്താണ്, ഇന്ത്യയുടെ GDPക്ക് അകത്തോട്ടാണ് പെടുന്നത്. അപ്പൊ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ ഒരു കപ്പല് അവിടെ ഒരു മത്സ്യബന്ധനം നടത്തുന്നുണ്ട് എങ്കിൽ അതിന്റെ വരുമാനവും ഇന്ത്യയുടെ GDPയിലേക്കായിരിക്കും പോകുന്നത്. അപ്പൊ ഇവിടെ ഓർത്തു വെക്കേണ്ടത് ഇന്ത്യയുടെ ടെറിട്ടറി എന്തൊക്കെയാണെന്നാണ്. വളരെ ക്ലിയർ ലോജിക്കാ. നമുക്ക് ഭരണപരമായിട്ടുള്ള അധികാരമുള്ള സ്ഥലമാണ് എങ്കിൽ അത് നമ്മുടെ ടെറിട്ടറിയാണ്. അതിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രൊഡക്ഷനും സർവീസസും എല്ലാം നമ്മുടെ നാഷണൽ ഇൻകത്തിനകത്തോട്ട് വരും. സിമ്പിൾ അല്ലേ? നിങ്ങൾ അതിനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും കാണണ്ട. ഓരോന്ന് തരംതിരിച്ച് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇന്ത്യൻ എംബസി നമ്മുടെ അല്ലേ, നമ്മുടെ ടെറിട്ടറിയാ. അപ്പൊ അവിടെ ഇരുന്നാലും ഇന്ത്യൻ എംബസി, അതുകൊണ്ടാണ് ഇന്ത്യൻ എംബസിയൊക്കെ ആക്രമിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് യുദ്ധം പ്രഖ്യാപിക്കുന്നതിന് തുല്യമാണെന്ന് പറയുന്നത്.
ഓക്കെ. അപ്പം ഇന്ത്യൻ എംബസി, കോൺസുലേറ്റ്, സൈനിക താവളങ്ങൾ, ഇതെല്ലാം നമ്മുടെ ടെറിട്ടറിയാ. നമ്മുടെ ടെറിട്ടറിയിൽ കയറി ആരും ആക്രമിക്കാൻ പാടില്ല. അതാണ് അവിടുത്തെ വരുന്ന പൊളിറ്റിക്കലി ഒരു കൊണോട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എക്കണോമിക്സ് സെൻസിൽ വരുമ്പോഴത്തേക്കും ദിസ് ഈസ് അവർ ടെറിട്ടറി ആൻഡ് ഓൾ ദി പ്രൊഡക്ഷൻ റിലേറ്റഡ് ടു ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് വിൽ ബി ഗോയിങ് ടു. അതെ, അതായത് 12 നോട്ടിക്കൽ മൈൽസ്, 12 ആണോ, 12 to 200 ആണെന്ന് തോന്നുന്നു, ഞാൻ കറക്റ്റ് ചെയ്യാൻ മറന്നുപോയി. അപ്പൊ അതിനാണ് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് വിളിക്കുന്നത്. 12 നോട്ടിക്കൽ മൈലിലാണല്ലോ 200. 12 അല്ലേ? 12 തന്നെയല്ലേ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് പറയുന്നത്? നെറ്റില്ല. 12 അല്ലേ? ഒന്ന് നോക്കിയേക്കണേ. എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ 12 കിലോമീറ്ററിന്റെ പരിധിയിലാണ്. 12 നോട്ടിക്കൽ മൈല്, സോറി. 12 തന്നെ, ശരി. അപ്പൊ അത് 200 അല്ല കേട്ടോ. 200 ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഓപ്പൺ ഓഷനിലോട്ട് പോകും തോന്നുന്നു. ശരി. അപ്പൊ 12 നോട്ടിക്കൽ മൈലാണ് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ആണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ വരുന്നത് നമ്മുടേതാണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇതെല്ലാം നമ്മൾക്ക് എന്താണ്, ഭരണപരമായിട്ടുള്ള അധികാരമുള്ള പവറുള്ള മേഖലകളാണ്. എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ആണെങ്കിലും നമ്മുടെ കോൺസുലേറ്റ് ആണെങ്കിലും സൈനിക താവളങ്ങളാണെങ്കിലും എല്ലാം. മത്സ്യബന്ധന കപ്പലുകളും ഓർത്തിരിക്കുക. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ടെറിട്ടറി എന്താണെന്ന് മനസ്സിലാക്കണം. ഇനി ചോദ്യം വന്നാലും ഇത് നമ്മൾ ഡീൽ ചെയ്യണം. ഇത്തിരി സ്റ്റാൻഡേർഡ് ഉള്ള ചോദ്യമാണ്. ഇതിനകത്തുള്ള കണ്ടന്റുകളും ഇത്തിരി സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പൊ ഇത് വന്നതായിട്ട് ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. വേറെ ചില എക്സാംസിന്, SSC UPSC പോലുള്ള എക്സാംസിന് ഞാൻ കണ്ടിട്ടുണ്ട്. PSC എക്സാംസിന് ഇത് ഞാൻ കണ്ടിട്ടില്ല. ഇനി ഞാൻ വിട്ടുപോയതാണെന്ന് അറിയത്തില്ല. പക്ഷേ ഇനി ഇൻ കേസ് ഇത് വന്നാലും ഇത് റാങ്ക് മേക്കിംഗ് ആയിരിക്കും. ടെറിട്ടറിക്കകത്ത് എന്താണ് വരുന്നതെന്ന് അത് ഓർത്ത് വെച്ചേക്കണേ. ഇനിയിപ്പോ ഇത് ക്ലിയർ ആണെങ്കിൽ അടുത്തതിലോട്ട് പോവാം. വന്നിട്ടുണ്ടല്ലേ? ഓ ശരി ശരി, ഞാൻ ശ്രദ്ധിക്കാഞ്ഞതാ. ശരി. ഓ ശരി ശരി ശരി. അപ്പൊ ഇനി സ്റ്റോക്കും ഫ്ലോയും ആണ്. അപ്പൊ ഇത് റാങ്ക് മേക്കിംഗ് അല്ല, പഠിച്ചു വെച്ചാൽ മതി. നിഷി കണ്ടിട്ടുണ്ട്. ശരി. ഇനിയിപ്പോ സ്റ്റോക്കും ഫ്ലോയും ആണ് പഠിക്കാനുള്ളത്. എന്താണ് സ്റ്റോക്ക്, എന്താണ് ഫ്ലോയ്, ഇതിൽ ഏതാണ് നാഷണൽ ഇൻകത്തിനകത്തോട്ട് വരുന്നതെന്ന്. ശരി. അപ്പൊ സ്റ്റോക്ക് എന്ന് പറയുന്നത്, സ്റ്റോക്ക് ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഞാൻ 2 എക്സാമ്പിൾ പറയാം. ഒരു കുറച്ച് വെള്ളം ഒരു ബക്കറ്റിനകത്താണ് വന്നിട്ടുള്ളതെങ്കിൽ, നമ്മൾ കുറച്ച് വെള്ളം ബക്കറ്റിനകത്ത് ശേഖരിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ അത് സ്റ്റോക്ക് ആണോ ഫ്ലോ ആണോ? ഇത് ബക്കറ്റിൽ ശേഖരിച്ച് വെച്ചിരിക്കുന്ന വെള്ളം, അല്ലെങ്കിൽ ഒരു ടാങ്കിൽ ശേഖരിച്ച് വെച്ചിരിക്കുന്ന വെള്ളം, ഈവൻ കുപ്പിക്കകത്ത് ശേഖരിച്ച് വെച്ചിരിക്കുന്ന വെള്ളമാണെങ്കിൽ സ്റ്റോക്ക് ആണോ ഫ്ലോ ആണോ? ആ ശരി, സ്റ്റോക്ക് ആണ്. ഇനി നദിയിൽ കൂടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളം, അത് സ്റ്റോക്ക് ആണോ ഫ്ലോ ആണോ? അത് ഫ്ലോ ആണ്. ശരി. ഇനിയിപ്പോ ഞാൻ രണ്ടിനെയും കൂടെ മിക്സ് ചെയ്തിട്ട് പറയാം. എന്റെ കുപ്പിക്കകത്ത് 1 ലിറ്ററിന്റെ ബോട്ടിലാണ്. ആ 1 ലിറ്ററിന്റെ ബോട്ടിലിനകത്ത് 500 മില്ലി വെള്ളം ഉണ്ടായിരുന്നു. ആ 500 മില്ലി വെള്ളം എന്ന് പറയുന്നത് സ്റ്റോക്ക് ആണ്. ഇനി ഞാനൊരു 100 മില്ലിയും കൂടെ ആഡ് ചെയ്തു. 100 മില്ലിയും കൂടെ ആഡ് ചെയ്തു. ഇത് സ്റ്റോക്ക് ആണോ ഫ്ലോ ആണോ? ബോട്ടില് 500 മില്ലി ഉണ്ടായിരുന്നു. ബോട്ടിലിനകത്ത് 500 മില്ലി ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നു. ഞാനൊരു 100 മില്ലി ലിറ്റർ വെള്ളം ഒഴിച്ചു. ഇതിൽ ഏതാണ് സ്റ്റോക്ക്, ഏതാണ് ഫ്ലോയ്? അതോ രണ്ട് സ്റ്റോക്ക് ആണോ? ഞാൻ ആഡ് ചെയ്ത വെള്ളം അത് സ്റ്റോക്ക് ആയിട്ട് വരും. ഇപ്പം നിലനിൽക്കുന്ന വെള്ളം, സോറി, ഞാൻ ആഡ് ചെയ്ത വെള്ളം ഫ്ലോ ആയിട്ട് വരും. ഇപ്പം നിലനിൽക്കുന്ന വെള്ളം സ്റ്റോക്ക് ആയിട്ട് വരും. കേട്ടോ? അഡീഷൻ ഓഫ് സംതിങ് അത് ഫ്ലോ ആണ്. പക്ഷെ ഇവിടെ ഓൾറെഡി സൂക്ഷിച്ചു വെച്ചിട്ടുള്ള സാധനം അത് സ്റ്റോക്ക് ആണ്. അപ്പൊ ഇതാണ് നാഷണൽ ഇൻകത്തിനകത്ത് വരുന്ന ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. കേട്ടോ? എന്തെങ്കിലും ഒരു സംഭവം അഡീഷൻ ആണ് വരുന്നതെങ്കിൽ അത് നമ്മൾ എടുക്കും. കാരണം ചേഞ്ച് ഇൻ ഇൻവെന്ററി, നമ്മുടെ സ്റ്റോക്കിലേക്ക് എന്തെങ്കിലും അഡീഷൻസ് വന്നു കഴിഞ്ഞാൽ ഒരു വർഷത്തെ അഡീഷൻസ് നമ്മൾ എടുത്തിട്ട് അത് ഫ്ലോ വേരിയബിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പൊ നമുക്ക് ഒരു വർഷം കിട്ടിയിട്ടുള്ള പലിശ, ആ പലിശ ഫ്ലോ വേരിയബിൾ ആണ്. അത് നമ്മൾ നാഷണൽ ഇൻകത്തിനകത്തോട്ട് കാൽക്കുലേറ്റ് ചെയ്യും. പക്ഷേ നമ്മുടെ ബാങ്കിൽ കിടക്കുന്ന, നമുക്കിപ്പോ ബാങ്കിൽ ഒരു 1 ലക്ഷം രൂപയുണ്ട്. പാർവതി ശ്യാമിന്റെ ബാങ്കിൽ 1 ലക്ഷം രൂപയുണ്ട്. ആ 1 ലക്ഷം രൂപ എന്ന് പറയുന്നത് സ്റ്റോക്ക് വേരിയബിൾ ആണ്. ഞാൻ ആ 500 മില്ലി ലിറ്റർ വെള്ളം പറഞ്ഞ പോലെ ഇതൊരു സ്റ്റോക്ക് വേരിയബിൾ ആണ്. ഇത് നാഷണൽ ഇൻകത്തിനകത്തോട്ട് പോകുന്നില്ല. പക്ഷേ ഈ പാർവതി ശ്യാമിന് ഈ ഒരു 1 ലക്ഷം രൂപയിൽ നിന്ന് ഒരു 10,000 രൂപ ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു ഫ്ലോ വേരിയബിൾ ആണ്. അതാണ് ഞാൻ ആഡ് ചെയ്തത്. അത് ക്ലിയർ ആണോ? അതായത് ഫിക്സഡ് ആയിട്ട് കിടക്കുന്ന ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് സ്റ്റോക്കും, നമ്മൾ ആഡ് ചെയ്യുകയോ അവിടെ നിന്ന് എന്തെങ്കിലും ഉരുത്തിരിഞ്ഞ് വരികയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഫ്ലോ വേരിയബിൾ ആയിരിക്കും.
അപ്പൊ അഡീഷൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഫ്ലോയും, ഇത് എന്ന് പറയുന്നത് എപ്പോഴും സ്റ്റോക്കും ആയിരിക്കും. അപ്പോൾ ബേസിക്കലി ഇത് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിനകത്ത് കൃത്യമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സാധനമാണ്. അതല്ലാതെ ഇത് ചലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സംഭവമല്ല അവിടെ നോക്കേണ്ടത്. അപ്പൊ സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്തെങ്കിലും എന്താണ് ഒരു പർട്ടിക്കുലർ ടൈമിൽ അത് അളക്കുള്ളൂ. അതിന്റെ എമൗണ്ടുകളെല്ലാം അവിടെ ഫിക്സഡ് ആയിട്ട് വന്നിരിക്കുകയാണ്. പക്ഷെ ഫ്ലോ എന്ന് പറയുമ്പോൾ എന്താണ് ആഡ് ചെയ്യുന്നതിനോ? ശരി, ഇപ്പൊ സൂര്യയുടെ അക്കൗണ്ടിൽ ഒരു ലക്ഷം രൂപ ഫിക്സഡ് ആയിട്ട് കിടക്കുകയാണ്. ആ ഫിക്സഡ് എമൗണ്ട് എന്ന് പറയുന്നത് സ്റ്റോക്ക് ആണ്. കാരണം എന്താണ്, അതിന്റെ എന്താണ് എപ്പോഴും അത് റിവൈസ് ചെയ്യുന്നില്ല. അത് 1 ലക്ഷം രൂപയായിട്ട് കിടക്കുകയാണ്. ഇനി അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് എപ്പോഴും ഫ്ലോ വേരിയബിൾ ആയിരിക്കും. ഇൻട്രസ്റ്റ് എപ്പോഴും ഫ്ലോ വേരിയബിൾ ആയിരിക്കും. അത് നാഷണൽ ഇൻകത്തിനകത്തോട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ശരി. ഇനി ഒന്ന് നോക്കിയേ, ഇനി ഒന്ന് സ്റ്റോക്കും ഫ്ലോയും നോക്കിയേ. ഒരു നിർദ്ദിഷ്ട സമയത്തിൽ അളക്കപ്പെടുന്ന മൂല്യങ്ങൾ, ആസ്തികൾ അല്ലെങ്കിൽ ശേഷിപ്പുകൾ. അപ്പൊ ഇതൊക്കെയാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇവിടെ ഒരു സമയത്ത് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ അളന്നിട്ടുണ്ടായിരിക്കും. ആ അളന്നു കഴിയുമ്പോഴത്തേക്കും അതിന്റെ വാല്യൂ അവിടെ ഫിക്സഡ് ആക്കി വെച്ചിരിക്കുകയാണ്. അവിടെ മാറ്റം സംഭവിക്കുന്നില്ല. ഇതിനെ നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നു. ഇതിന്റെ ഉദാഹരണം എന്തൊക്കെയാണ്? നമ്മൾ ഓൾറെഡി മേടിച്ചു വെച്ചിട്ടുള്ള യന്ത്രങ്ങൾ, അതുപോലെ തന്നെ ബിൽഡിങ്ങുകൾ, പിന്നെ ബാങ്കിലുള്ള നിക്ഷേപം, ഞാൻ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നൊക്കെ പറഞ്ഞില്ലേ, അത്, പിന്നെ ടാങ്കിലെ വെള്ളം എന്നൊക്കെ പറയുന്നത്. ഈ ദേശീയ സമ്പത്ത് എന്ന് പറയുന്നത് നാഷണൽ വെൽത്ത് ആണ്. ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. നാഷണൽ വെൽത്ത് എന്ന് പറയുന്നത് സ്റ്റോക്ക് വേരിയബിളും നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ഫ്ലോ വേരിയബിളും ആണ്. ഓക്കെ, നമ്മുടെ രാജ്യത്തിന്റെ മൊത്തം സമ്പത്ത്, അതായത് വെൽത്ത് എന്ന് പറയുന്നത് സ്റ്റോക്ക് വേരിയബിളും നമ്മുടെ രാജ്യത്തിന്റെ വരുമാനം എന്ന് പറയുന്നത് ഫ്ലോ വേരിയബിളും. ഞാനിപ്പോ ഈ പറഞ്ഞ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ കേസ് എടുത്താലും മതി. ആ 1 ലക്ഷം രൂപയാണ് നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത്, അതായത് സൂര്യയുടെ സമ്പത്ത്. ഇനി വരുമാനം എന്താണ്? ഈ സമ്പത്തിൽ നിന്നോ മറ്റെന്തെങ്കിലും പ്രൊഡക്ഷൻ സർവീസസിൽ നിന്നോ സൂര്യക്ക് മറ്റ് വരുമാനങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ദേശീയ വരുമാനം അല്ലെങ്കിൽ നാഷണൽ ഇൻകം. ഇപ്പൊ നാഷണൽ വെൽത്ത്, നാഷണൽ ഇൻകം. നാഷണൽ വെൽത്ത് ഒരു സ്റ്റോക്ക് വേരിയബിൾ ആണോ ഫ്ലോ വേരിയബിൾ ആണോ നാഷണൽ വെൽത്ത് എന്ന് പറയുന്നത്? സ്റ്റോക്ക് ആണ്. നാഷണൽ ഇൻകം എന്ന് പറയുന്നത് സ്റ്റോക്ക് വേരിയബിൾ ആണോ ഫ്ലോ വേരിയബിൾ ആണോ? നാഷണൽ വെൽത്ത് ആണോ? ശരി, നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ഫ്ലോ വേരിയബിൾ ആണ്. അപ്പൊ ഇതാണ് ഇതിനകത്ത് വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ മെഷീൻസിന്റെ കാര്യം എടുത്ത് നോക്കി കഴിഞ്ഞാൽ, പുതിയ മെഷീൻസ് മേടിച്ചു കഴിയുമ്പോൾ അത് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചറിനകത്ത് വരും. ഇനി പഴയ മെഷീൻ ആണെങ്കിൽ അത് ഓൾറെഡി സ്റ്റോക്ക് ആണ്. അതിനി വീണ്ടും നാഷണൽ ഇൻകത്തിനകത്തോട്ട് നോക്കേണ്ട കാര്യമില്ല. ഫ്ലോ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ഓരോ കാലയളവിലും അളക്കപ്പെടുന്ന മൂല്യങ്ങളാണ്. ഓരോ കാലയളവിലും അളക്കപ്പെടും. അതായത് ഇയർലി ആയിക്കോട്ടെ, മന്ത്ലി ആയിക്കോട്ടെ, നമ്മൾ ഇങ്ങനെ പീരിയോഡിക്കലായിട്ട് റിവൈസ് ചെയ്യും. അപ്പൊ അത് ദേശീയ വരുമാനമുണ്ട്, അതായത് GDP, GNP, NDP, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ്, ഇതെല്ലാം എന്താണ്, ഫ്ലോ വേരിയബിൾ ആണ്. അപ്പം ഈ ഫ്ലോ വേരിയബിൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നാഷണൽ ഇൻകത്തിനകത്തോട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ പിന്നെ പുതിയ പീരിയോഡിക്കലായിട്ട് നമ്മൾ നടത്തുന്ന ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെന്റുകൾ, നിക്ഷേപങ്ങൾ, അപ്പൊ ഇതെല്ലാം നാഷണൽ ഇൻകത്തിനകത്തോട്ട് ആഡ് ചെയ്യപ്പെടുന്നു. ശരി, മനസ്സിലായില്ലേ? ഈ സ്റ്റോക്കും ഫ്ലോയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? ഇനിയിപ്പോ ടാങ്കിലെ വെള്ളം, ഒഴുകുന്ന വെള്ളം ഒന്നും പഠിക്കണ്ട. ഇങ്ങനത്തെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ഇത് കൺസെപ്റ്റ്. ശരി, ടാങ്കിലെ വെള്ളം, ഒഴുകുന്ന വെള്ളം ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ അല്ലേ? സ്കൂൾ ടെക്സ്റ്റിലെ അല്ലേ? അത്രേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. ടെക്സ്റ്റ് ബുക്കിനകത്ത് NCERT-ക്കകത്തൊക്കെ ഒഴുകുന്ന വെള്ളം അങ്ങനെ ഉള്ളൂ എന്ന് തോന്നുന്നു. ബുക്ക് വായിച്ചവരുണ്ടെങ്കിൽ. നിഷ വായിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റോക്ക് ഫ്ലോ? എന്തായാലും വേട്ടെ. ഇനിയിപ്പോ അടുത്തത് ഫാക്ടർ പേയ്മെന്റുകൾ. ഇപ്പൊ നമ്മൾ എക്കണോമിക് ടെറിട്ടറി പഠിച്ച പോലെ തന്നെ, ശരി, ഓക്കെ, ശരി. അപ്പൊ നമ്മൾ എക്കണോമിക് ടെറിട്ടറി പഠിച്ച പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ GDP-യുടെ കേസിലാണ് ഇത് പ്രധാനമായിട്ടും എടുക്കുന്നത്. ഒരു സെക്കൻഡ്.
സോറി, ഓഡിയോ കട്ടായിരുന്നല്ലേ. സോറി, ഞാൻ തുമ്മാൻ പോയത്. ശരി, ഇനിയിപ്പോ ഇത് ടെക്സ്റ്റ് ബുക്കിനകത്തെ എൻ സി ആർ ടിക്കകത്തുനിന്ന് ക്രോപ്പ് ചെയ്തതാണ്. ഇനിയിപ്പോ നമുക്ക് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്താണെന്ന് നോക്കാം. നമ്മളിപ്പോ ഈ GDP-FC, GDP-MB, ഓക്കെ, GDP-FCയും GDP-MBയും. അപ്പൊ ഫാക്ടർ കോസ്റ്റ്, മാർക്കറ്റ് പ്രൈസ്, ഇതിനകത്ത് ഈ ഫാക്ടർ കോസ്റ്റ് ഉണ്ടോ? ഫാക്ടർ കോസ്റ്റ് ഇതും ഇതുമായിട്ട് നേരിട്ട് റിലേറ്റഡ് ആണ്. അപ്പൊ ഈ ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണെന്നാണ് ഞാനിപ്പോ ഈ പറയാൻ പോകുന്നത്. അതിനു മുന്നേ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പൊ എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? ഇപ്പൊ പാർവതി ശ്യാം ഇപ്പൊ ഒരു ഫാക്ടറി ഇടുകയാണ്. പാർവതി ശ്യാം ഇപ്പൊ ഒരു ഫാക്ടറി ഇടുകയാണ്. അപ്പൊ പാർവതി ശ്യാമിന്റെ ഫാക്ടറിയാണ് ഈ കാണുന്നത്. ഓക്കെ, പാർവതി ശ്യാമിന്റെ ഫാക്ടറിയാണ് ഈ കാണുന്നത്. ശരി, ഫാക്ടറിയുടെ ഇത് ഫാക്ടറിയാണ്, മൊത്തം തെറ്റിപ്പി. ശരി, അപ്പൊ പാർവതി ശ്യാമിന്റെ ഫാക്ടറിയാണ് ഈ കാണുന്നത്. ഈ ഫാക്ടറിക്ക് അകത്തുനിന്ന് പാർവതി ശ്യാം പ്രൊഡക്ട്സ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്ത്? സർവീസസ്. ശരി, ഒരു പ്രൊഡക്റ്റ് ആണെന്ന് വെച്ചോ. പാർവതി ശ്യാം ഫെർട്ടിലൈസർ ഉൽപ്പാദിപ്പിക്കുന്ന, വളം ഉൽപ്പാദിപ്പിക്കുക. ഇപ്പൊ പാർവതി ശ്യാം ഒരു ഫാക്ടറി ഉണ്ട്. ആ ഫാക്ടറിക്ക് അകത്തുനിന്ന് വളമാണ്, അതെ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, ഓക്കെ, അല്ലെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പ്. അപ്പൊ ഇതാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഞാൻ അതിലേക്കാണ് വരുന്നത്. അപ്പൊ പാർവതി ശ്യാം ഇവിടെ നിന്ന് ഫെർട്ടിലൈസർ ആണ് ഉണ്ടാക്കുന്നത്. ഈ ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്ന സമയത്ത് പാർവതി ശ്യാമിന് എന്തൊക്കെ എക്സ്പെൻസസുകൾ ഇവിടെ മെറ്റ് ചെയ്യേണ്ടി വരും എന്നറിയാമോ? നമ്മളിപ്പോ ഒരു ഫാക്ടറി ഇട്ടു. ആ ഫാക്ടറിയിൽ നിന്ന് ഫെർട്ടിലൈസർ ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ ഫെർട്ടിലൈസർ ഉൽപ്പാദിച്ചു കഴിയുമ്പോഴത്തേക്ക് സമയത്ത് ദിവ്യ പറഞ്ഞ പോലെ ലാൻഡ്, ലേബർ, ക്യാപിറ്റല്, ഓർഗനൈസേഷൻ ഇവിടെ ആവശ്യമായിട്ട് വരുമല്ലോ. ആ, ഇവിടെ ആവശ്യമായിട്ട് വരും. അതായത് ഫാക്ടറി ഉണ്ടാക്കുന്ന സമയത്ത് എന്താണ്, ആദ്യം പാർവതി ഒരു ലാൻഡ് മേടിക്കണം. എന്നിട്ട് ആ ഫാക്ടറിയിൽ ജോലി ചെയ്യാനുള്ള ലേബേഴ്സിനെ ഒപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് മൂലധനം, അതായത് മെഷീനറിക്കോ എന്തിനു വേണമെങ്കിലും ആയിക്കോട്ടെ, ക്യാപിറ്റൽ, ആ ഒരു പണം അവിടെ ഇട്ടിരിക്കണം. പിന്നെന്താണ്, പാർവതി ശ്യാം തന്നെ നേരിട്ട് ഇറങ്ങണം. ഷീ ഷുഡ് ബി ദ ഓണ്ടർപ്രണർ. ഓക്കെ. ആ, അപ്പം ഇത്രയും കാര്യങ്ങൾ, ലാൻഡ് വേണം, സ്ഥലം മേടിക്കണം, അവിടെ ജോലി ചെയ്യാൻ ലേബർ വേണം, പിന്നെ അവിടുത്തെ ക്യാപിറ്റൽ വേണം. മെഷീനറിയും ബിൽഡിങ്ങും ഒക്കെ പണിയണമെങ്കിലും കെട്ടിപ്പടുക്കണമെങ്കിലും ഒക്കെ ക്യാപിറ്റൽ വേണം. ഏറ്റവും നാലാമത്തെ, പാർവതി ശ്യാം ഓണ്ടർപ്രണർ ആയിട്ട് ഇറങ്ങുകയും വേണം. അപ്പൊ നോക്കിയേ, ലാൻഡ്, ലേബർ, ക്യാപിറ്റല്, ഓണ്ടർപ്രണർഷിപ്പ്. ഇനി ഇതിന് എല്ലാത്തിനും എന്തൊക്കെയാ കൊടുക്കുന്നത്? ലാൻഡിന് എന്താ കൊടുക്കുന്നത്? റെന്റ് ആണ് പാർവതി കൊടുക്കുന്നത്. ഇനി ലേബറിന് കൊടുക്കുന്നത്, ജോലി ചെയ്യുന്നവർക്ക് വേജസ് കൊടുക്കണം. ആ, അതെ. പിന്നെ പാട്ടത്തിനടുത്താണെങ്കിൽ ലാൻഡിന് റെന്റ് കൊടുക്കണം. നോർമലി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനകത്ത് പാട്ടമായിട്ടാണ് കൂട്ടുന്നത്, ലീസ്. ഇനി ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അതെന്താണ്? നമ്മൾ പാർവതി എവിടെന്നെങ്കിലും മേടിച്ചതാണെങ്കിലും പാർവതിയുടെ സ്വന്തം ക്യാപിറ്റൽ ആണെങ്കിൽ അത് ഇൻട്രസ്റ്റ് വേണം. ഇനി ഓണ്ടർപ്രണർഷിപ്പ് എന്താണ്? പ്രോഫിറ്റ് ഈസ് ദ റിവാർഡ് ഫോർ റിസ്ക് ടേക്കിംഗ് എന്നൊക്കെ പറയും. അപ്പൊ അത് പ്രോഫിറ്റ്. ബാക്കിയുള്ള ചെലവുകൾ, റോ മെറ്റീരിയൽസിന്റെയും ട്രാവലിംഗ് എക്സ്പെൻസ്, സർവീസസ്, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണെങ്കിലും അതിന്റെ മുകളിലുള്ള ഒരു ലാഭം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇത്രയാണ് അപ്പൊ ഈ ഈ ഒരു ബോക്സിനകത്തെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഈ ഒരു ബോക്സിനകത്തെ എല്ലാം കൂടെ കൂട്ടി കഴിയുമ്പോൾ നമുക്ക് ഫാക്ടർ കോസ്റ്റ് കിട്ടും. ഇത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അവർക്ക് കൊടുക്കുന്ന കോസ്റ്റ് എല്ലാം കൂടെ കൂട്ടിയിട്ട് ഫാക്ടർ കോസ്റ്റ്. ഇതാണ് വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഈ കൊടുക്കുന്ന പൈസ, അതായത് പാർവതിക്ക് വന്നിട്ടുള്ള പൈസകൾ, റെന്റ് കൊടുത്തു, വേജ് കൊടുത്തു, ഇൻട്രസ്റ്റ് കൊടുത്തു, പാർവതിയുടെ പ്രോഫിറ്റും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫെർട്ടിലൈസർ ഇപ്പൊ എത്ര രൂപയ്ക്കാണോ ആയിട്ടുള്ളത്, ഇപ്പൊ ലാൻഡ്, ഇപ്പൊ ഈ ഒരു ഫെർട്ടിലൈസറിലേക്ക് വരാം. അതായത് അവിടെ സ്ഥലം മേടിച്ചതിന്റെ റെന്റ് കൊടുത്തു, വേജ് കൊടുത്തു, ഇൻട്രസ്റ്റ് കൊടുത്തു, പ്രോഫിറ്റ് കൊടുത്തു, എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഫെർട്ടിലൈസർ പാർവതിക്ക് 1000 രൂപയ്ക്ക് വിൽക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഈ 1000 രൂപയാണ് ഇവിടുത്തെ ഫാക്ടർ കോസ്റ്റ്. മനസ്സിലായോ? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എത്ര രൂപ കൊടുത്തോ അതിനുശേഷം വന്നിട്ടുള്ള ആ ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് ആണ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? റെന്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, അതിന്റെ എല്ലാ പൈസയും മാറ്റി ഇരുത്തി വെച്ചതിന് ശേഷം പ്രോഫിറ്റും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ഒരു പ്രൊഡക്റ്റ് എത്ര രൂപയാണോ ഇപ്പൊ ആ പ്രൊഡക്റ്റിന്റെ വില, ഇതാണ് ഫാക്ടർ കോസ്റ്റ്. ഇനി ഇത് മാർക്കറ്റിലോട്ട് കൊണ്ടുപോയി കഴിയുന്ന സമയത്ത് എന്താ, നമ്മൾ ടാക്സ് കൊടുക്കണ്ടേ? 1000 രൂപയുടെ സാധനമായിരുന്നു, മാർക്കറ്റിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ ടാക്സ് കൊടുക്കണ്ടേ?
അപ്പോൾ ഒരു 100 രൂപ ടാക്സ് ആയെന്ന് വെച്ചോ. 100 രൂപ ടാക്സ് ആയി കഴിയുമ്പോഴത്തേക്ക് ഈ 1000 രൂപ എന്നുള്ളത് 1100 രൂപയായില്ലേ? 1100 രൂപയായി. അപ്പൊ എന്താണ്? ഇതിന് വില കൂടി, വളരെയധികം വില കൂടി. ഇനിയിപ്പോ ഈ ഫെർട്ടിലൈസർ കൊണ്ട് ഈ കർഷകന് മേടിക്കാനൊന്നും പറ്റത്തില്ലെന്ന് ഗവൺമെന്റിന് മനസ്സിലായി. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ഒരു 50 രൂപ സബ്സിഡി നൽകുന്നു. 50 രൂപയുടെ സബ്സിഡി കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് എന്തായി? ഈ 1100 50 കുറഞ്ഞിട്ട് 1050 രൂപ. ഇനി വിറ്റോളം പറയുന്നു. 1050 എന്നുള്ളത് വലിയൊരു കൂടുതലായിട്ടുള്ള ഒരു സംഭവമല്ല. ഇനി ഇത് വിറ്റോളം പറയുന്നു. ഇതാണ് ഇവിടുത്തെ മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസ്. അപ്പോ ഫാക്ടർ കോസ്റ്റിനകത്തുനിന്ന് ടാക്സ് കൂട്ടി സബ്സിഡി കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇതിനെയാണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. IT മൈനസ് സബ്സിഡി. ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്ന് സബ്സിഡി കുറച്ചിട്ട് ഒരു ഫിഗർ ആക്കി എടുക്കുന്നത്. അതായത് ഞാനിപ്പോ ഇത് എന്താണ്, ഇടനിലക്കാരൻ എന്തെങ്കിലും വേണ്ടെന്നോ? ഇടനിലക്കാരന് നൽകാൻ ഇതിനകത്തില്ല. ഇത് ക്ലോസ്ഡ് എക്കോണമിയാ. ഫാക്ടർ കോസ്റ്റ് പ്ലസ് ടാക്സ് മൈനസ് സബ്സിഡി, അതായത് ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി. ഇതിനെയാണ് നമ്മൾ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഇൻഡയറക്റ്റ് ടാക്സ് എത്ര ആയിരുന്നു? 100 രൂപയായിരുന്നു. ഇവിടുത്തെ ഇൻഡയറക്റ്റ് ടാക്സ് എത്ര? 100 രൂപയായിരുന്നു. സബ്സിഡി എത്ര? 50 രൂപ. അപ്പൊ 100ൽ 50 പോയി കഴിഞ്ഞാൽ 50 കിട്ടി. ഇനി നമ്മുടെ ഫാക്ടർ കോസ്റ്റ് എത്ര? 1000. അപ്പൊ 1000, 50, 1050. ഇങ്ങനെ നമ്മൾ ഒരു സ്റ്റെപ്പ് ആയിട്ട് ചെയ്താലും 1050, എങ്ങനെ ചെയ്താലും 1050. ഇപ്പൊ ഈ പറഞ്ഞ എവിടെങ്കിലും പിടികിട്ടാത്തതുണ്ടോ ആർക്കെങ്കിലും? ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം IT മൈനസ് സബ്സിഡി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടത് മനസ്സിലാവാത്തതുണ്ടോ? ഇപ്പൊ ഈ പറഞ്ഞ കാര്യം മനസ്സിലാവാത്തതുണ്ടോ? IT മൈനസ് സബ്സിഡിയുടെ മനസ്സിലായവരുണ്ടോ? കത്തിയവരുണ്ടോ? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ഞാനത് സ്പ്ലിറ്റ് ചെയ്തിട്ടതാ, അതാ സംഭവം. 1000 രൂപയായിരുന്നു ഫാക്ടർ കോസ്റ്റ്. അതിനകത്ത് ടാക്സ് 100 രൂപ കൂട്ടി ഇപ്പൊ 1100 രൂപയായി. അതിൽ നിന്ന് സബ്സിഡി കുറച്ച് കഴിയുമ്പോൾ 50 രൂപയായി. അത് ഇക്വേഷൻ ആക്കി മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഫാക്ടർ കോസ്റ്റിന്റെ കൂടെ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കൂട്ടുന്നതാണ്. അപ്പൊ അതാണ് ഞാൻ 50 രൂപ കൂട്ടിയത്. ഈ 50 ആണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. ഫാക്ടർ കോസ്റ്റിന്റെ കൂടെ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കൂട്ടുമ്പോൾ നമുക്ക് മാർക്കറ്റ് പ്രൈസ് കിട്ടുന്ന വഴിയാണിത്. ഇപ്പൊ ഫാക്ടർ കോസ്റ്റ് എന്ന മാർക്കറ്റ് പ്രൈസിലോട്ടുള്ള കൺവേർഷൻ ഇനി മാർക്കത്തില്ലല്ലോ. ഇനിയിപ്പോ അത് ആ സംഭവം ഇവിടെ ഒരു ചാർട്ടിനകത്താക്കി കൊടുക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ എന്താ വരുന്നത്? ഇവിടെ ആദ്യം വരുന്നത് എന്ത് ചെയ്യും? നമ്മുടെ ഹൗസ് ഹോൾഡ്, അല്ലെങ്കിൽ നമ്മുടെ പാർവതിയുടെ വീട്ടിലുള്ളവർ, അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലുമൊക്കെ വീട്ടിലുള്ളവർ ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ ക്യാപിറ്റൽ കൊടുക്കുന്നു, അല്ലെങ്കിൽ ലാൻഡ് കൊടുക്കുന്നു. അപ്പം ഫാക്ടർ സർവീസസ് ആദ്യം കൊടുക്കും. ആർക്ക് കൊടുക്കും? കമ്പനിക്ക് കൊടുക്കും. നമ്മൾക്ക് ലാൻഡ് തരാം, നിങ്ങൾ റെന്റ് തന്നാൽ മതി. അല്ലെങ്കിൽ ഞങ്ങൾ വന്ന് പണിയാം, നിങ്ങൾ വേജ് തന്നാൽ മതി. അല്ലെങ്കിൽ ഞങ്ങൾ ക്യാപിറ്റൽ തരാം, നിങ്ങൾ ഇൻട്രസ്റ്റ് തന്നാൽ മതി. അല്ലെങ്കിൽ ഞങ്ങൾ ഓണ്ടർപ്രണർ ആവാം, നിങ്ങൾക്ക് പ്രോഫിറ്റ് തന്നാൽ മതി. അപ്പൊ തിരിച്ചു കിട്ടുന്നതാണ് ഫാക്ടർ പേയ്മെന്റ്. അപ്പൊ ഫാക്ടർ സർവീസസ് ആണ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓണ്ടർപ്രണർഷിപ്പ്. തിരിച്ചു കിട്ടുന്നതാണ് ഫാക്ടർ പേയ്മെന്റുകൾ. ഇപ്പൊ റെന്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്. ഇനി നമ്മൾ അങ്ങോട്ട് പോയി പണിയെടുത്തു, അല്ലെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ കൊടുത്തു, തിരിച്ച് നമുക്ക് പണിയെടുത്തതിന്റെ കൂലിയോ ക്യാപിറ്റൽ കൊടുത്തതിന്റെ ഇൻട്രസ്റ്റോ ഒക്കെ കിട്ടി. അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇനി നമ്മൾ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഇതേ കമ്പനിയിലേക്ക് നമ്മൾ പൈസ ചെലവാക്കും. അതുകൊണ്ടാണ് ഞാൻ ക്ലോസ്ഡ് എക്കോണമി എന്ന് പറയുന്നത്. ഇപ്പൊ മുമ്പേ നമുക്ക് ഈ ഹന്നത്താന്ന് തോന്നുന്നു, ഈ ഹന്നത്ത് തമാശയ്ക്ക് പറഞ്ഞൊരു കാര്യം, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കൂടിയാണ്. നമ്മളൊരു എക്കോണമി എടുത്തു കഴിയുമ്പോഴത്തേക്കും അതൊരു ക്ലോസ്ഡ് എക്കോണമി ആണെന്നാണ് എപ്പോഴും ഓർക്കേണ്ടത്. ആ ഒരു ക്ലോസ്ഡ് എക്കോണമിക്കകത്ത് നമ്മൾ അഡീഷണൽ ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു അസംഷൻസ് മുഴുവൻ തെറ്റിപ്പോകും. എക്കണോമിക്സ് ആർ ഓൾവേസ് ബേസ്ഡ് ഓൺ അസംഷൻസ് എന്നാണ് പറയുന്നത്. എക്കണോമിക്സ് എപ്പോഴും അസംഷൻസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു ക്ലോസ്ഡ് എക്കോണമി എടുക്കുന്നത്. ഇതിനകത്ത് ഇത്ര പേരേ ഉള്ളൂ. ഇപ്പൊ ഞാനും പാർവതിയും മാത്രമേ ഉള്ളൂ ഈ ഒരു ക്ലോസ്ഡ് എക്കോണമിക്കകത്തെന്ന് വെച്ചോ. അപ്പൊ എന്ത് ചെയ്യുന്നു? ഞാൻ പാർവതിക്ക് അവിടെ പോയി ജോലി ചെയ്ത് കൊടുക്കുന്നു, പാർവതിയുടെ ഫാക്ടറിയിൽ. പാർവതി എനിക്ക് പൈസ തരുന്നു. ഞാൻ ഈ പൈസ കൊണ്ടുവന്ന് തിരിച്ച് പാർവതിയുടെ ഫാക്ടറിയിൽ നിന്ന് തന്നെ സാധനം മേടിക്കുന്നു. ആ സാധനത്തിനുള്ള പൈസ അവിടെ കൊടുത്തു കഴിയുമ്പോൾ പാർവതി എനിക്ക് എന്ത് ചെയ്യുന്നു? പ്രൊഡക്റ്റ് തരുന്നു. ദിസ് ഈസ് നോൺ ആസ് എ ക്ലോസ്ഡ് എക്കോണമി. ഇതൊരു 2 സെക്ടർ എക്കോണമിയാണ്. ഓക്കെ. ഇനി 3 സെക്ടർ ഉണ്ട്, വേറെ ഉണ്ട്. ഗവൺമെന്റ് ഒക്കെ വരുമ്പോഴത്തേക്കും വേറെ റെഗുലേഷൻസ് ആവും. പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്കും 2 ടയർ ആണ്. ഹൗസ് ഹോൾഡും ഫേംസും മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ തിരിച്ച്
അങ്ങോട്ട് ലേബറും സപ്ലൈയും ലാൻഡും ഒക്കെ സപ്ലൈ ചെയ്യുന്നു, തിരിച്ച് നമുക്ക് റെന്റ് വേജ് കിട്ടുന്നു, നമ്മൾ അതേ പൈസ കൊണ്ട് നമ്മൾ ആ ഫേമിന്റെ കയ്യിൽ പോയിട്ട് കൊടുക്കുന്നു, അതായത് ഞങ്ങൾക്ക് ഇനി സാധനം താ. അപ്പൊ എന്ത് ചെയ്യുന്നു? ഫേം സാധനം തരുന്നു. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് ഇൻഫ്ലേഷൻ പോലത്തെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് എല്ലാം ഒരു ലൂപ്പാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ്. എക്കോണമി എപ്പോഴും ക്ലോസ്ഡ് ആണ്. എക്കോണമിക്കകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം ലൂപ്പാണ്. ഇൻഫ്ലേഷൻ പഠിപ്പിക്കുന്ന സമയത്ത് ഞാനത് പഠിക്കാം. അപ്പൊ ഇപ്പൊ ഇത് ക്ലിയർ ആണല്ലോ. എക്കോണമി എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കും. നമ്മൾ അവിടുന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് പ്രതിഫലം തരുന്നു. ഈ പൈസ നമ്മൾ അവിടെ കൊണ്ടുപോയി ചെലവാക്കുന്നു. അവിടുന്ന് വീണ്ടും നമ്മൾ ഗുഡ്സ് മേടിക്കുന്നു. ഓക്കെ അല്ലേ? ശരി. ഇപ്പൊ 10 മണിയായി. GDP, FC, MP. GDP അപ്പൊ എന്താണെന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പോ GDP, FC, MP കൺവേർഷൻ നമ്മൾ എന്തായാലും പറഞ്ഞല്ലേ. ഇനിയിപ്പോ GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക പ്രദേശത്തിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സേവനങ്ങളുടെയും പ്രൊഡക്ട്സിന്റെയും ആകെത്തുകയാണ്. GDP, FC എന്താണ്, GDP, MP എന്താണെന്ന് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. GDP, FC എന്താണെന്ന് വെച്ചാൽ ഫാക്ടറിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് ആണ്, ഫൈനൽ കോസ്റ്റ് ആണ്. ഇതിൽ നിന്ന് IT-യും അതായത് ടാക്സും സബ്സിഡിയുടെയും കൂടെ ഒരു ഇൻക്ലൂഷൻ വരുന്ന കഴിയുമ്പോഴത്തേക്ക് അത് മാർക്കറ്റ് പ്രൈസിലേക്ക് കൺവേർട്ട് ആവും. മാർക്കറ്റ് പ്രൈസ് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഈ വിലയ്ക്കായിരിക്കും നമ്മൾ സാധനം എന്ത് ചെയ്യുന്നു, വിറ്റഴിക്കുന്നത്. ഇതാണ് മാർക്കറ്റ് പ്രൈസ്. വിറ്റഴിക്കാൻ പോകുമ്പോഴാണ് നമുക്ക് ടാക്സ് കൊടുക്കണം എന്ന് പറഞ്ഞത് സബ്സിഡി ഒക്കെ കുറയ്ക്കുന്നത്. അപ്പൊ ഇതാണ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പം GDP എന്താണെന്ന് പറഞ്ഞു, GDP ഫാക്ടർ കോസ്റ്റും GDP മാർക്കറ്റ് പ്രൈസും എന്താണെന്ന് പറഞ്ഞു, എക്കണോമിക് ടെറിട്ടറി എന്താണെന്നും പറഞ്ഞു. ഇനി GDPയുടെ ഉദ്ദേശം, ഉദ്ദേശം കൂടെ ഒന്ന് പറഞ്ഞു പോവാം. അതായത് ഒരു രാജ്യത്തിന്റെ GDP കൂടുക എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന്റെ ടോട്ടൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂടുക എന്നതാണ്. അതായത് ആ രാജ്യത്ത് അത്രമാത്രം പ്രൊഡക്ഷനും സർവീസസും കൂടുതലാവുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട്. ഇനി നമ്മുടെ GDP ഗ്രോത്ത് റേറ്റ് 6.5 ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ആ ഒരു രാജ്യത്തിന്റെ എക്കണോമിക് ഗ്രോത്ത് അളക്കാനും ആ ഒരു രാജ്യത്തിന്റെ പണപ്പെരുപ്പം അളക്കാനും ആ രാജ്യത്തിന്റെ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് അളക്കാനും ഒക്കെയാണ് GDP ഉപയോഗിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ ഞാൻ വേണമെങ്കിൽ കുറച്ചുകൂടെ വിശദീകരിക്കാം. ഇനി പിന്നെ കഴിഞ്ഞ തവണ പറഞ്ഞു പോയിട്ടുള്ളതാണ് ഇതൊരു ഫോർകാസ്റ്റ്, IMF-ന്റെ ഫോർകാസ്റ്റ്, അതായത് ഇന്ത്യ 4th ലാർജസ്റ്റ് എക്കോണമി ആയി എന്നുള്ളൊരു കാര്യമൊക്കെ. അപ്പൊ അത് 2025 ഓവർടേക്കിംഗ് ജപ്പാൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് GDP-യെ സംബന്ധിച്ചുള്ളത്. അടുത്ത തവണ നമുക്ക് പോകുമ്പോഴത്തേക്കും GNP എന്താണെന്നോ ഇതിന്റെ വ്യത്യാസം എന്താണെന്നൊക്കെ പഠിച്ചിട്ട് നമുക്ക് കാൽക്കുലേഷൻസിലോട്ട് പോകാം. എന്നിട്ട് അതിന്റെ അടുത്ത ക്ലാസ്സിൽ ഈ ഡീഫ്ലേറ്റർ, അതുപോലെ തന്നെ പേഴ്സണൽ ഡിസ്പോസബിൾ ഇൻകം, പ്രൈവറ്റ് ഇൻകം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പഠിച്ചു പോകാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ കാൽക്കുലേഷൻസ് നോക്കി പോവാം. GDP, GNP, NNP, NFC, NDP, FC, MP അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പഠിച്ചു പോവാം. ഇപ്പൊ GDP എന്താണെന്ന്, GDP ഫാക്ടർ കോസ്റ്റ്, മാർക്കറ്റ് പ്രൈസ് എന്താക്കുന്നൊക്കെ മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ വെച്ച് നമുക്ക് നിർത്താം. ഓക്കെ അല്ലേ? ഡൗട്ടുകളൊന്നും ഇല്ലാന്ന് പ്രതീക്ഷിക്കുന്നു. ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പൊ ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി കാര്യങ്ങൾ നോക്കി പോവാം. ഓക്കെ. താങ്ക് യു. ഗുഡ് നൈറ്റ്.